നമ്മൾ ഇന്ന് ഓറിയന്റേഷൻ 6 എത്തിയിരിക്കുകയാണ്. അപ്പൊ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ കടന്നു വന്നിട്ടുള്ള സെഷൻസുകൾ എന്തൊക്കെയായിരുന്നു? ആദ്യമായി തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിനെ നിങ്ങൾ പരിചയപ്പെട്ടു ഓറിയന്റേഷൻ സെഷൻ 1 അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇഗ്നോ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അല്ലെങ്കിൽ ഇഗ്നോയിലുള്ള നടക്കുന്ന പ്രോസസ്സോടും അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കടന്നു വന്നത് സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്നൊരു സെഷനിലോട്ടായിരുന്നു. അതായത് നിങ്ങളുടെ ഓരോ സിലബസ് പ്രകാരം നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണം, ഏതൊക്കെ വിഷയത്തിനുള്ള വെയിറ്റേജ് എങ്ങനെയാണ്, അസൈൻമെന്റ് എങ്ങനെയാണ്, പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ആ കാര്യങ്ങൾ അറിഞ്ഞു. അതിനുശേഷം നമ്മൾ എൻമാസ എന്ന് പറയുന്ന ഒരു സെഷനിലൂടെ ലേൺ വൈസ് ടീമിനെ, കോർ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും നിങ്ങൾ പരിചയപ്പെട്ടു. തുടർന്ന് ഇപ്പൊ അടുത്തതായിട്ട് ഇപ്പൊ ഏറ്റവും അടുത്ത് കഴിഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു സെഷൻ ആയിരുന്നു. മഡൽ ത്രൂ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സെഷൻ. ഈ എല്ലാ സെഷനിലൂടെയും നിങ്ങൾ കടന്നു വന്നു. ഘട്ടം ഘട്ടമായിട്ടായിരുന്നു നിങ്ങൾ ഓരോ സെഷനിലൂടെയും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് റോഡ് ടു സക്സസ്. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് വിജയത്തിലോട്ടുള്ള പാത. അതായത് നിങ്ങൾ പലരും ഇപ്പോൾ പല സ്ട്രീംസിൽ നിന്ന് വരുന്നവരാണ്, പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്, പലരും ഇപ്പോൾ വർക്കിംഗ് ആണ്, ചില കുട്ടികൾ, ചില ലേണേഴ്സ് പഠിച്ചിറങ്ങിയവരുണ്ട്, ചിലർ ഓൾറെഡി ഓൺടർപ്രണേഴ്സ് ആണ്, ആകാൻ ആഗ്രഹമുള്ളവരുണ്ട്. അങ്ങനെ പല പല സ്ട്രീംസിൽ അല്ലെങ്കിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ പല ലക്ഷ്യങ്ങളോട് കൂടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ കോഴ്സുകൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു കോഴ്സ്, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കോഴ്സിലൂടെ നിങ്ങൾക്ക് ഭാവിയിലുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്? ഈവൻ നിങ്ങൾ തുടർ വിദ്യാഭ്യാസത്തിന് പോവുകയാണെങ്കിലും, നിങ്ങൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിലും, നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിടക്കുന്ന അനന്തമായിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാനായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ നിങ്ങൾക്ക് കൺവേ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെഷനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കണമെങ്കിൽ ആ മേഖലകളെ കുറിച്ച് വ്യക്തമായ അല്ലെങ്കിൽ ഗാഢമായ അറിവുള്ളൊരു വ്യക്തിയായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ നമ്മളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ലേൺ വൈസിൽ തന്നെ എന്താ പറയുക, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റില് ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന മുഹമ്മദ് വലീദ് എന്ന് പറയുന്ന സാറ് നമ്മളോടൊപ്പം ഉണ്ട്. കറന്റ്ലി മുഹമ്മദ് വലീദ് സാർ കൊല്ലം ഇസ്ലാമിയ കോളേജിലെ ഫാക്കൽറ്റി ആയിട്ട്, കൊമേഴ്സ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. MCOM ഗ്രാജുവേറ്റ് ആണ്, BEd ക്വാളിഫൈഡ് ആണ്, UGC നെറ്റ് ക്വാളിഫൈഡ് ആണ്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ നിങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ സ്ട്രീംസും കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ അനന്തമായിട്ടുള്ള സാധ്യതകൾ തുറന്നിരിക്കുന്ന ഒരു ഫീൽഡാണ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. BCom ആയിക്കോട്ടെ, MCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായ അറിവുള്ള അല്ലെങ്കിൽ അറിയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനുഭവമുള്ള ഒരാൾ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വലീദ് സാറിനെ ഈ ഒരു സെഷനിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സെഷൻ സാറ് തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തത്. അപ്പോ അതിനോടൊപ്പം തന്നെ നമ്മുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റു മെന്റേഴ്സും ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും അവരെ വെൽക്കം ചെയ്യുന്ന പോലെ തന്നെ ഇന്നും അവരെ വെൽക്കം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ വലീദ് സാറിനെ ഈ സെഷൻ ഇനി തുടർന്ന് അവർക്ക് അവരുടെ സാധ്യതകൾ, അവരുടെ മുമ്പിലുള്ള അനന്തമായിട്ടുള്ള സാധ്യതകൾ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം കുറച്ച് സാറ് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കും. അതിനുശേഷം സാറ് നിങ്ങൾക്ക് മുമ്പിലുള്ള സാധ്യതകളെ തുറന്നു കാട്ടി തരുന്നതാണ്. വലീദ് സാർ. ഈ ഇതിലുള്ള മറ്റു ഫാക്കൽറ്റികൾ എന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാണ് ചെയ്തത്. അപ്പോ എനിവേ, കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു സെഷൻ സംഘടിപ്പിച്ചിരുന്നു. ആക്ച്വലി എക്സാക്ട്ലി അതിന്റെ അതേ പാറ്റേണും അല്ലെങ്കിൽ മെത്തേഡും ഫോളോ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ കഴിഞ്ഞ 1 ഇയറിൽ തന്നെ നമുക്ക് പറയാറുണ്ട് എന്താണ്, നമ്മുടെ നാട് 10 വർഷങ്ങൾക്ക് മുമ്പ് പോയിരുന്ന ഒരു പോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ 100 വർഷങ്ങൾക്ക് മേലുണ്ടാകുന്ന പേസിനേക്കാൾ എത്രയോ 10 times ഫാസ്റ്ററിലാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സമയത്തും ഈ കാലഘട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഈ AI പറ്റിയിട്ടൊക്കെ വന്നതിന് ശേഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്,
പിന്നീട് ഗ്ലോബൽ ലെവലിൽ ഉയരുന്ന ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റുകൾ, പിന്നീട് ആളുകളുടെ നമ്മളുടെ കരിയർ മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്തുള്ള മാരകമായിട്ടുള്ള കോമ്പറ്റീഷൻസ്, ആളുകൾക്ക് ഏത് കോഴ്സും ഏത് സമയത്തും എങ്ങനെ ഏത് ലെവലിൽ വേണമെങ്കിലും പഠിക്കാവുന്ന തരത്തിലേക്ക് അവരുടെ ക്വാളിഫിക്കേഷനെ പരിഗണിക്കാതെയുള്ള, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പരിഗണിക്കാതെ പകരം സ്കില്ലിനെ മാത്രം ഓറിയന്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഹയറിങ്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി ഒരു സാധാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ഗ്രാജുവേറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വലിയ എക്സ്പോഷർ ഒന്നും കിട്ടാത്ത ഒരു അക്കാഡമിക് ലെവലിലൂടെ വന്ന ഒരാളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് പാനിക് ആവും. കാരണം വെച്ച് കഴിഞ്ഞാല് അവർക്കുള്ള സാധ്യതകൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കും. അപ്പോ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാതെയുള്ള ഇനി അങ്ങോട്ടുള്ള പോക്ക് അത് വളരെ അപകടമേറിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സിനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോ അവരെല്ലാരും ഓരോന്നും ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയിട്ട് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലുള്ള സാധ്യതകളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോഴൊക്കെ അവർ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, എന്താ പറയാ, ആശങ്കകൾ പറയാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ എന്താവും, എങ്ങനെയാകും എന്നൊക്കെ ആലോചിച്ചിട്ട്. അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പറയല്ലോ, ഓരോ ജോബുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഇപ്പൊ അക്കൗണ്ടന്റിന്റെ ജോബ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഈവൻ 5 years ബാക്ക്, ഒരു 5 വർഷം മുന്നേ നമ്മളൊക്കെ അധിക ആളുകളും എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നല്ല പൊസിഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ കരിയറിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളുകളുണ്ട്, ഒരുപാടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവരൊക്കെ അതിനെപ്പറ്റി കൃത്യമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വറിയെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തത് കൊണ്ടാണ് അവർക്ക് ആ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റിയത്. അതിന് വലിയൊരു അപ്രിസിയേഷൻ ആണ് കൊടുക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇങ്ങനെ പകച്ചു നിൽക്കാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്രയും ഏജ് ആയി, അല്ലെങ്കിൽ ഇത്രയും കാലം കൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോബ് മാറുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കപ്പെട്ട് അങ്ങനെ സ്റ്റാഗ്നേറ്റ് ആയി നിൽക്കാതെ തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങി വന്നവരാണ് നിങ്ങൾ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചവരാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ വലിയ ഈ ഡയറക്ഷൻ കാണിച്ചു തരേണ്ട ആ ഒരു ചുമതല മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോ അതിന് വലിയൊരു അപ്രിസിയേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നൽകേണ്ടതായിട്ടുണ്ട്. കാരണം മെനി ഓഫ് us, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് പേര് നമുക്കറിയാം, ഈ ഒരു ലെവലിൽ ഒരു നല്ലൊരു 40 ഏജ് അല്ലെങ്കിൽ 45 ഏജിൽ എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു കരിയറിന്റെ ഒരു നല്ലൊരു പോർഷൻ അവർ ഒരു സ്ഥാപനത്തിൽ അവർ കൊടുത്ത എഫേർട്ട് ഒക്കെ ഇടുമ്പോഴേക്കും ഈ ടെക്നോളജിയുടെയും, അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരുപാട് എംപ്ലോയീസിന്റെയും ഹയറിങ്ങുകളും മറ്റും, അല്ലെങ്കിൽ അവൈലബിലിറ്റി ഒക്കെ കൊണ്ട് അവരുടെ ആ ഒരു ജോബ് പൊസിഷനിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നു, കിക്ക് ഔട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ ആ ഒരു വലിയൊരു, അത് ആരെ സംബന്ധിച്ചിട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു സ്കെയറി ആയിട്ടുള്ള മൊമെന്റ് തന്നെയാണ്. പിന്നെ മറ്റു ചില വിദ്യാർത്ഥികൾ, ചില കുട്ടികൾ ഇവിടെ ഇതിൽ ഫ്രഷ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പുതിയ കരിയറിന്റെ ആ ഒരു മെയിൻ സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു തുടക്കത്തിലായിരിക്കും. അപ്പൊ അപ്പോഴാണ് ഇവർ ഈ പറയുന്നത് പോലെ യൂട്യൂബിലൂടെയൊക്കെയും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലേക്കെയുള്ള കരിയറിൽ ഉണ്ടാവാൻ പോകുന്ന ചില സ്റ്റാഗ്നേഷൻസുകൾ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റക്കായി നിൽക്കാൻ പോകുന്ന, ഇത്തരത്തിലുള്ള ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഈ പറയുന്ന കണ്ടിജൻസികളെ പറ്റിയിട്ടൊക്കെ ന്യൂസുകൾ ഇങ്ങനെ കേട്ടിട്ട് ആകെപ്പാടെ പാനിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന കരിയർ ഗൈഡൻസിന്റെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈവന്റുകളിൽ അവരുടെ, പ്രത്യേകിച്ച് ആ ഒരു ഈവന്റ് നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഇവരുടെ മുമ്പിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു സിംഗിൾ സെഷൻ കൊണ്ട് നൽകാൻ പറ്റുന്ന ഒരു ഒരു രീതിയല്ല ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇത് കരിയറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നൽകുക, അല്ലെങ്കിൽ കരിയറിലേക്കുള്ള സാധ്യതകളെ പറ്റിയിട്ട് ചെറിയൊരു എന്താ പറയാ, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നതിനപ്പുറം കുറച്ച് പോയിന്റുകൾ ഇങ്ങനെ ഇട്ട് നൽകുക എന്നുള്ളത് മാത്രമേ ഈ ഒരൊറ്റ സെഷനൊക്കെ കൊണ്ട് നടക്കുകയുള്ളൂ. ആക്ച്വലി കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു മെന്ററിന്റെ വെച്ചുകൊണ്ട്, അത് ഒബ്വിയസ്ലി നമ്മുടെ ഹൈക്കോയ്സ് ടീം തന്നെ അതിന് പ്രോപ്പർ അവർക്കുള്ള പ്രത്യേക ടീമുണ്ട്. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു പ്രോപ്പർ ടീമിന്റെ, ഒരു മെന്ററിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോ കാര്യത്തിന് നമ്മളുടെ പ്രോസസ്സുകളും അതിന്റെ ഫീസ് പേയ്മെന്റുകളും, അല്ലെങ്കിൽ അതിന്റെ ഇന്റർനാഷണൽ ലെവലിലുള്ള സാധ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ട് പോകേണ്ട ഒരു രീതിയാണത്. ഓക്കെ, അപ്പൊ അല്ലാതെ ഈ നടക്കുന്ന കരിയർ ഗൈഡൻസുകളൊക്കെ നമുക്കൊരു ചെറിയൊരു പെട്ടെന്ന് ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ എനിവേ,
നമ്മൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ബികോം ഗ്രാജുവേറ്റ് ആയിട്ട് ബികോം ട്രൈ ചെയ്യുന്നവരുണ്ട്, BBA ട്രൈ ചെയ്യുന്നവരുണ്ട്, അതിന്റെ തന്നെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള MCOM-ഉം MBA-യും ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്ട്രീമുകൾ എല്ലാത്തിന്റെയും ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ കോമൺ ആയിട്ടുള്ള ഇതെല്ലാത്തിന്റെയും ഒരു ഓൾ ഇൻ ഓൾ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫിനാൻസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ലെവലിലേക്കുള്ളതാണ്. ഓക്കെ, മാത്രമല്ല ഈ പറഞ്ഞ 4 കോഴ്സുകളും, ഇത് രണ്ട് കോഴ്സുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എന്ത് ചെയ്യാം, ചുരുക്കാം. അതായത് ബികോം കൊമേഴ്സ് സ്ട്രീമും മാനേജ്മെന്റ് സ്ട്രീമും, അല്ലെങ്കിൽ ഫൈനാൻസ് സ്ട്രീമും മാനേജ്മെന്റ് സ്ട്രീമും എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 2 സ്ട്രീമുകളും എന്താ പറയാ, ഈ 2 സ്ട്രീമുകളും യൂണിവേഴ്സലാണ്. ഓക്കെ, യൂണിവേഴ്സൽ ആണ് എന്നതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള ആളുകളുടെ എക്സ്പോഷറും കൂടുതലായി. യൂണിവേഴ്സൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് മേഖലകളിൽ, ഇപ്പൊ മെഡിസിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു ഹോസ്പിറ്റാലിറ്റി സെക്ടർ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മെഡിക്കലുമായി ബന്ധപ്പെട്ട ആ ഒരു സ്ട്രീമിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എഞ്ചിനീയറിംഗ്, പെട്രോളിയം അങ്ങനെയുള്ള ആ ഒരു മേഖലയിലോട്ട് പോകാനുള്ള ഓപ്ഷൻസ് അവർക്ക് കുറവാണ്. കാരണം അവരുടെ സ്പെഷ്യലൈസേഷൻ ആ ഒരു ഫീൽഡാണ്. ഓക്കെ, അതേപോലെ എഞ്ചിനീയറും മറ്റേത് സ്ട്രീം ടെക്സ് ഫീൽഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മെഡിക്കൽ ഫീൽഡിലോട്ടോ അങ്ങനെയുള്ള ഒരു ചായ്വിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷെ ഇതേ സമയത്ത് ഈ യൂണിവേഴ്സൽ സ്ട്രീം എന്ന് പറയുമ്പോഴേക്കും ഏത് ടെക് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, സിഗ്നിഫിക്കൻസ് എന്ന് പറയാം. പക്ഷെ ഈ സിഗ്നിഫിക്കൻസ് ഉള്ളതോടൊപ്പം തന്നെ ഈ ഒരു സ്ട്രീം ഇത്രയും ഓപ്പൺ ആയ സ്ട്രീം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം ആളുകൾക്ക് അത്രയും അക്സസബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ്, നമ്മൾക്കറിയാം, നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. +2 കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സയൻസ് അല്ലെങ്കിൽ BSc-യിലേക്ക് പോകാൻ ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു. അതായത് +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി നമുക്ക് BSc എടുക്കാൻ കഴിയില്ല. അത് ഏത് സ്ട്രീം എടുക്കണം എന്ന് പ്രത്യേകമായിട്ട് എന്താണ് +2 മാത്സ്, ഫിസിക്സ് അങ്ങനെയുള്ള കണ്ടന്റുകൾ പഠിച്ചാൽ മാത്രമേ BSc സയൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് MBBS അങ്ങനെയുള്ള സ്ട്രീം സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കൊമേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ BBA-ക്കും എങ്ങനെയാണ്, +2 നിങ്ങൾ ഏത് സ്ട്രീം എടുത്തോട്ടെ, +2 നിങ്ങൾ ഏത് സ്ട്രീം ആയിക്കോട്ടെ, ആ സ്ട്രീമുകളിൽ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ട്രീമിൽ ഏത് സ്ട്രീമിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾക്കും ഇതിൽ സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ യൂണിവേഴ്സൽ ആയപ്പോഴേക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ചോയ്സ് ഉണ്ടായി. പിന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എന്ത് ചെയ്തു, അവരുടെ അവർ ഡെലിവറി ചെയ്യുന്ന കണ്ടന്റുകളുടെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഓപ്പൺ ആക്കി. അങ്ങനെ ഒരുപാട് എക്സ്പോഷറിലൂടെ ഉണ്ടാവുന്ന എന്താ പറയാ, ക്വാളിറ്റി ഇല്ലാത്ത ഗ്രാജുവേറ്റ്സുകൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നീടാണ് ഈ പറയുന്ന പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പോ റീസെന്റ് റിലീസ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇപ്പോ ആ ഒരു സയൻസിലേക്ക് നമ്മളെ അടച്ച ഒരു വാതിൽ, അതായത് +2 സയൻസിലെ സബ്ജക്ട് പഠിക്കാത്തവരൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നാഷണൽ ലെവൽ ഈ പറഞ്ഞ പോലെ BCom അല്ലെങ്കിൽ മറ്റ് സയൻസ് സ്ട്രീമൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു വഴി കൂടി എന്താണ് ഓപ്പൺ ചെയ്തിട്ടോടുകൂടി ഒരു കംപ്ലീറ്റ്ലി ഒരു മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ആ ഫസ്റ്റ് ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു മേഖലയിലുള്ള ടെൻഷൻ അല്ല, ഇതിനെ നമുക്ക് ടെൻഷൻ എന്നും പറയാം, ഒപ്പം തന്നെ ഇതിനെ ഓപ്പർച്യൂണിറ്റി എന്നും പറയാം. അപ്പൊ ഈ ടെൻഷൻ ഉള്ള സമയത്തൊക്കെ അതിനെ ഓപ്പർച്യൂണിറ്റി ആക്കുകയും അതിനെ ആ ചലഞ്ചുകളെയൊക്കെ ചലഞ്ചിൽ നിന്നും പെട്ടുപോകാതെ, അല്ലെങ്കിൽ ചലഞ്ചിൽ ടെൻഷൻ അടിക്കാതെ അതിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ആ ഒരു പോയിന്റ് ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ നമ്മളുടെ ഈ കറണ്ട് സെനാരിയോ, ഇപ്പൊ നമ്മളുടെ ഈ BCom-ന്റെ അല്ലെങ്കിൽ MCom-ന്റെ ആഫ്റ്റർ MCom, ആഫ്റ്റർ BBA കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ആളുകളുടെ, അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താ പറയാ, ഗ്രാജുവേറ്റ്സ് ഉള്ള ഒരു കുത്തൊഴുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നീട് അപ്പോ ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കുക. കാരണം ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ BCom-നെ പറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പൊ ഇവിടെ പ്രസന്റ് ചെയ്ത സെക്കൻഡ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് സെക്കൻഡ് സ്ലൈഡിലേക്ക് പോവാം, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഈ സ്ലൈഡിൽ നമുക്ക് കാണാം, ഞാൻ എല്ലാ സ്ലൈഡിലും ഈ BCom കഴിഞ്ഞതിന് ശേഷം എന്ന് ചോദിക്കുന്നവരോട് പറയാൻ പറ്റുന്ന ഓപ്ഷൻസുകൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിൽ കൊണ്ടൊന്നും BCom-ന്റെ ചോയ്സിൽ അവസാനിക്കുന്നില്ല. കാരണം ഓരോ സമയത്തും ഇത് മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ BCom പഠിച്ചതിന്റെ ആ ഒരു സ്ട്രീം പഠിച്ചു വന്നതിന്റെ ഉപയോഗം അറിയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾ, ഓഡിറ്റർ, ടാക്സ് കൺസൾട്ടന്റ്, ബാങ്ക് ഓഫീസർ ആയിട്ട് അങ്ങനെ ഒരുപാട് സ്ട്രീമുകളുണ്ട്. ഓക്കെ, പക്ഷെ
അതേപോലെ BBA നെക്സ്റ്റ് സ്ലൈഡിലേക്ക് വരുമ്പോൾ അത് BBA വരുമ്പോഴും ഇത്തരത്തിൽ തന്നെ ഈ BComൽ വന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതേ സ്ട്രീമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, BBAയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് MComലേക്ക് വരുമ്പോഴേക്കും MComലേക്ക് വരുന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി നമ്മളുടെ നോളജ് എന്താവുന്നുണ്ട്, കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവുന്നുണ്ട്. കുറച്ചും കൂടി നമ്മൾ സ്പെഷ്യലൈസേഷനുകളൊക്കെ ചൂസ് ചെയ്യുന്നത് ഒരു MComന് ശേഷം MComന്റെ സ്ട്രീമിലേക്ക് എഡ്യൂക്കേഷനിലേക്ക് എത്തുമ്പോഴായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ MComൽ ബിസിനസ് ഫിനാൻസ് പഠിക്കുന്നുണ്ട്, അതേപോലെ ഫൈനാൻസ് എന്നുള്ള ഏരിയ പഠിക്കുന്നുണ്ട്, പിന്നെ ടാക്സേഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ചില യൂണിവേഴ്സിറ്റികളും കോളേജുകളൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ പോകുന്നുണ്ട്, കോർപ്പറേഷൻ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ട്രാവൽ ആൻഡ് ടൂറിസം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറൈറ്റീസ് ഓഫ് ഏരിയസിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവരെ എല്ലാ ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ മാനേജർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് മാനേജർ, ബഡ്ജറ്റ് അനാലിസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വൈഡ് വെറൈറ്റീസ് ഓഫ് പൊസിഷനിലേക്ക് എടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓഡിറ്റർ, ട്രേഡ് അനലിസ്റ്റ്. അപ്പൊ ഈ പൊസിഷനുകളൊക്കെ എന്താണെന്നും അല്ലെങ്കിൽ ഇതെല്ലാം വിശദീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ വളരെ സമയമെടുക്കും. മാത്രമല്ല, പക്ഷെ ഇത് ഏകദേശം നമുക്ക് എന്താണ് ബൈ ടച്ചിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ മാത്രമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ പറഞ്ഞതുപോലെ MBA. ഞാനിപ്പോ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാ കോഴ്സുകളെ പറ്റിയിട്ടും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണല്ലോ എന്ന് തോന്നും. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിനല്ല. അപ്പൊ ഇതിന്റെ കോറായിട്ട് ഞാനൊരു കുറച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പൊ നിലവിൽ ആഫ്റ്റർ MBAക്ക് ശേഷം MBA നമുക്കറിയാം, MBAയുടെ സ്ട്രീം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്ന അവസ്ഥയിലുണ്ടാവും. കാരണം അത്രയും സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു ഏരിയയാണ് MBA എന്ന് പറയാം. MBA ഓരോ വർഷവും മിനിമം 1000+ പൊസിഷൻ അല്ലെങ്കിൽ പുതിയ പുതിയ ജോബുകൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് MBA. ഓക്കെ, ഇപ്പൊ റീസെന്റ് ഞാൻ കേട്ടതാണ് യോഗ മാനേജർ അല്ലെങ്കിൽ എന്താ പറയാ യോഗ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ കൂടി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ പുതിയ പുതിയ കണ്ടന്റുകളും ഐറ്റംസുകളും AI മാനേജർ, AI എഫിഷ്യൻസി മാനേജർ എന്ന് പറഞ്ഞിട്ടൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡെവലപ്മെന്റ് വന്നപ്പോൾ അതിലേക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്യുന്ന MBA സ്ട്രീം ഒരു ഡെവലപ്പ് ആവുകയാണ്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഇന്നലെ വരെ കണ്ട അല്ലെങ്കിൽ നമ്മൾ ഒരു 5 വർഷം മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന MBA സ്ട്രീമുകളല്ല അല്ലെങ്കിൽ MBA ഗ്രാജുവേറ്റിനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റികൾ ആഫ്റ്റർ MBAക്ക് ഉണ്ടായിരുന്ന ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് അത് ക്ലോസ് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതിന് പുറമെ മില്യൺസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ സ്ട്രീമുകളും സബ് സ്ട്രീമുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ക്രിപ്റ്റോ കറൻസി കേട്ടിട്ടുണ്ടാവും. ക്രിപ്റ്റോ കറൻസി മാനേജർ എന്ന് കേട്ടിട്ടുണ്ടോ? ക്രിപ്റ്റോ കറൻസി മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിലെ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി മാനേജർ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അനലിസ്റ്റുകൾ, പിന്നീട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഡെവലപ്പർ, ഇങ്ങനെ പറഞ്ഞിട്ട് വൈഡ് വെറൈറ്റീസ് ഓഫ് സ്ട്രീം MBAക്ക് തന്നെ ഉണ്ട്. ഓക്കെ, അതിന് മുമ്പുണ്ടായിരുന്നത് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഫൈനാൻസ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സ്ട്രീം ആയിരുന്നു MBAയുടെ. ഓക്കെ, ആ ഒരു കോഴ്സിനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ കോഴ്സ് ഇപ്പൊ അവസാനിച്ചു, ഫൈനാൻസ് ടെക്നോളജി എന്ന് പറയാം. കാരണം അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 50-100ഓളം ഡിഫറെന്റ് ടെക്നോളജി ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോ നിങ്ങൾ ഒരു കോഴ്സിനെ നമ്മളൊരു കോഴ്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 5 വർഷം 10 വർഷത്തിന് ശേഷം ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ഒരു 10 വർഷം കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യുന്ന സിറ്റുവേഷൻ എത്തുമ്പോൾ ആ ജോബിന് പ്രാധാന്യം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളെ വെറുതെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺഫ്യൂസ് അടിപ്പിക്കാനോ പറയുന്നതല്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഷോർട്ട് ടൈം കരിയർ ഗോളുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഷോർട്ട് ടൈം കരിയർ ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടൈമിൽ മണി ഓറിയന്റഡ് അല്ല, ഷോർട്ട് ടൈം കരിയർ ഡെവലപ്മെന്റുകളെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. നമുക്ക് ലോങ് റണ്ണിൽ ഒരു എന്ത് വേണം, നമുക്കൊരു ഒബ്ജക്റ്റ് വേണം ഒബ്വിയസ്ലി. പക്ഷെ അതെന്ന് പറയുന്നത് ഇന്ന എക്സാക്ട് പൊസിഷൻ ക്യാച്ചപ്പ് ചെയ്യണം എന്നതിനപ്പുറം അല്ലെങ്കിൽ എക്സാക്ട് ഒരു ജോബ് നമുക്ക് കിട്ടണമെന്ന് ഇപ്പൊ നമുക്ക് CEO CFO അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള പൊസിഷനൊക്കെ അതവിടെ നിൽക്കട്ടെ, അതൊരു എന്താ പറയാ ഒരു ക്വാളിഫിക്കേഷന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അതൊക്കെ നമ്മൾ അച്ചീവ്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണെങ്കിൽ ഒരു MBA HR എടുത്തിട്ടുള്ള ആളുകൾക്കുള്ള അങ്ങനെ ഒരു അച്ചീവ്മെന്റിലൂടെ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനിലൂടെ എത്തിപ്പെടുന്ന ഒരു പൊസിഷനാണ്. പക്ഷെ ഒരു കമ്പനിയുടെ CEO ആയിട്ടുള്ള ആള്, ഇപ്പൊ നമുക്കറിയാം നമ്മളെ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഒക്കെ CEOകളുടെ ഒക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവർ പക്ഷെ BTech ആയിരിക്കും, അവർ അതിനുശേഷം പഠിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല.
പക്ഷെ അവർ കുറെ നാൾ വർക്ക് ചെയ്തു, അവരെ പൊസിഷൻ അപ്ഡേറ്റ് ചെയ്തു, അവർ വ്യത്യസ്ത തരത്തിലുള്ള മേഖലകളിൽ കോഴ്സുകളിലൂടെ മാത്രമല്ല വ്യത്യസ്ത തരത്തിൽ അവർ ഈ നോളജ് അക്വയർ ചെയ്തു, അവരുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ പോയിന്റ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതായത് സ്കിൽ അപ്ഡേഷൻ ആണ് ഈ പറയുന്ന ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇഗ്നോയുടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഇഗ്നോയുടെ ഒരു ബികോം അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി എടുക്കുന്നത് തന്നെ ഒരു സ്കിൽ അപ്ഡേഷന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പോ ആഫ്റ്റർ MBAക്ക് ശേഷം നിങ്ങൾക്ക് പലതരത്തിലുള്ള മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് മാനേജർ, ഓപ്പറേഷൻ മാനേജർ, അങ്ങനെ വ്യത്യസ്ത സ്ട്രീമുകൾ നമുക്ക് MBAക്ക് ശേഷം ചെയ്യാൻ പറ്റും. കോർപ്പറേറ്റ് അനലിസ്റ്റ്, ഇതൊന്നുമല്ല MBAയുടെ സ്ട്രീമിന്റെ വേറൊരു വലിയൊരു സ്ലൈഡ് ഞാൻ ഇനി അങ്ങോട്ടുള്ള വരുന്ന എനിക്ക് തോന്നുന്നു MBA സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 9th സ്ലൈഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് 9th സ്ലൈഡ്. അപ്പൊ അത് കാണുമ്പോൾ മനസ്സിലാവും. 9th സ്ലൈഡിലേക്ക് വരിക. ഒരു 3 സ്ലൈഡ് മോർ, ഒരു 3 സ്ലൈഡ് പോട്ടെ. ഓക്കെ, MBA സ്പെഷ്യലൈസേഷൻ ഈ സ്ലൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. ഓക്കെ, അതിന് തൊട്ട് മുന്നേയുള്ള പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുന്ന MBA സ്പെഷ്യലൈസേഷൻ ആണ് ഈ കടന്ന് ഏകദേശം 4-5ഓളം സ്ലൈഡുകളിലായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് കുത്തി നിറച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതൊന്നുമല്ല, ഇതിനുശേഷം കഴിഞ്ഞ 6 മാസത്തിന് മുമ്പുള്ള ഒരു ഡേറ്റയാണ്. ഇപ്പോഴുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വരും. അപ്പൊ നിങ്ങളെ സ്ലൈഡൊക്കെ ഒരുപാട് സ്ലൈഡ് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഡേറ്റ ഞാൻ കുത്തി നിറയ്ക്കാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എടുത്ത ഈ സ്ട്രീമിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ MBA ആണെങ്കിലും MCOM ആണെങ്കിലും BBA ആണെങ്കിലും BCOM ആണെങ്കിലും, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ ജസ്റ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താ പറയാ, അതിനെ ലേൺ ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് സ്റ്റഡി എന്നുള്ള രീതി മാറ്റുക. ഓക്കെ, അത് നമ്മളുടെ ഒരു സ്കില്ലിന്റെ ഭാഗമാക്കി മാറ്റുക. നമുക്കിപ്പോ നമ്മൾ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ BCOMലൊക്കെ പഠിക്കുന്ന ഒരു സ്ട്രീം ആയിരിക്കും ഒരു പക്ഷേ ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പറ്റിയിട്ട്, അല്ലെങ്കിൽ ബാങ്കിങ് ടെക്നോളജികളെ പറ്റിയിട്ട്, ബാങ്കിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തരം സ്ട്രീം, ഒരു ബാങ്കിന്റെ ഫംഗ്ഷനിങ്ങിനെ പറ്റിയിട്ട്. ഇതൊക്കെ നമ്മൾ ബുക്ക് തിയററ്റിക്കൽ ആയിട്ടുള്ള നോളജ് നിങ്ങൾ അക്വയർ ചെയ്യുന്നതിനോടൊപ്പം കഴിയുമെങ്കിലല്ല ഒരു അതിനൊപ്പം തന്നെ എന്ത് വേണം, ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ഒരു ഇൻഫർമേഷനോട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. കാരണം എനിക്ക് പലരെയും ഓർമ്മയുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരു 2008 ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നത്. അപ്പോൾ പോലും പോസ്റ്റ് ഗ്രാജുവേഷനിൽ MBAയിൽ ബിരുദം അല്ലെങ്കിൽ റാങ്കോടുകൂടി പാസ്സായിട്ടുള്ള ആളുകൾക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ടില്ല, സ്വന്തമായിട്ട് ഒരു ബാങ്കിന്റെ ഫോം, അത് ബാങ്കിങ് ടെക്നോളജിയിലാണ് അവർ MBA ഗ്രാജുവേറ്റ് ആയിട്ടുള്ളത്, അത് നല്ല റാങ്കോട് കൂടിയൊക്കെ. പക്ഷെ അവർക്കൊരു ബാങ്കിന്റെ ഫോം ഫില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാത്ത സ്റ്റാഗ്നേറ്റ് ആയിട്ട് അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു വലിപ്പത്തിനപ്പുറം നിങ്ങൾ ഈ ഓരോ ഇതിനകത്തുള്ള ക്ലാസ്സിൽ എടുക്കുന്ന ഫാക്കൽറ്റീസ് എല്ലാം വളരെ ഗംഭീര ഫാക്കൽറ്റീസുകളാണ്. ഇതിൽ ക്ലാസ് കൊടുക്കുന്ന ക്ലാസ്സുകളൊക്കെ വളരെ ഇലാബറേറ്റ് ആണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും നമ്മളെ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് സെലക്ട് ചെയ്തിട്ട് സ്ഥാപനത്തിന്റെ ഓരോ സെഷനുകളുടെയും ക്ലാസ്സുകൾ കേട്ടാൽ മനസ്സിലാവും, അത് വളരെ ലൈറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ വളരെ ഈസി ലാംഗ്വേജിലൊക്കെ വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പ്ലേസിലൂടെയാണ് ക്ലാസ് എടുത്തിട്ടുള്ളത് തന്നെ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക്, അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾ അവിടെ പറയുന്നത് അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ഫർദർ ആയിട്ട് റിസർച്ച് ചെയ്ത് പോകാൻ ശ്രമിക്കുക. സെൽഫ് റിസർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ കരിയർ അപ്ഡേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞിരുന്നത്, ഇതെനിക്ക് വേണമെങ്കിൽ ഈ സെഷനെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഓരോ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോ കോഴ്സ് എടുത്തിട്ട് ആ കോഴ്സ് ഇതാണ്, നിങ്ങൾ ഇവിടെ പോയി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പോകാൻ വേണ്ടത്. പക്ഷെ അങ്ങനെ പറഞ്ഞ് ചെയ്യുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ കാലത്തെ ഒരു കരിയർ ഗൈഡൻസിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പറ്റിക്കലാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കണം, അതിന് അപ്ലൈ ചെയ്യേണ്ട യൂണിവേഴ്സിറ്റി ഇതാണെന്ന് പറയുമ്പോൾ അത് അടുത്ത മാസം അവൻ ആ കോഴ്സിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് അവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സ് ഉണ്ടാവണമെന്നില്ല. അത്ര ഹൈ ഫാസ്റ്റ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റികൾ അവരുടെ കോഴ്സുകൾ ഷിഫ്റ്റ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ആഡപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓരോ കോഴ്സിനെയും ഡിഫറെന്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് അർത്ഥമില്ല. പക്ഷെ MBA MCOM അല്ലെങ്കിൽ MBAയും MCOM അല്ലെങ്കിൽ BBAയും BCOM ഇതെല്ലാം സിമിലർ സ്ട്രക്ചറിലാണ് അവരുടെ സിലബസിന്റെ ഒക്കെ രീതി. ഇപ്പോ BBAയിലേക്ക് നോക്കുമ്പോൾ കൂടുതൽ മാനേജ്മെന്റ് സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, MBA സബ്ജക്റ്റിൽ നോക്കുമ്പോഴത്തേക്കും
കൂടുതൽ അതെ എം.കോം സബ്ജക്ട് അല്ലെങ്കിൽ ബി.കോം സബ്ജക്റ്റിൽ നോക്കുമ്പോൾ കുറച്ച് അക്കൗണ്ടിങ് ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്പേഴ്സിലേക്ക് കൂടുതൽ കാൽക്കുലേഷൻസുകളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്പേഴ്സിലൂടെ കൂടുതൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഫൈനാൻസിന്റെ അല്ലെങ്കിൽ ഫൈനാൻസ് സ്ട്രീമിന്റെ ഒരു പ്രത്യേകത. അതേസമയത്ത് മോർ ആക്ടിവിറ്റിയിലൂടെ അല്ലെങ്കിൽ എന്താണ് മോർ സ്ട്രാറ്റജിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന അതിൽ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മളെ ഒരു വ്യക്തിയെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രീമുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്ട്രീമുകൾക്കുള്ള ഈ ഒരു ഇതിന് രണ്ടിന്റെയും പ്രത്യേകത, ഈ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത റേഷ്യോയിലായിക്കൊണ്ട് സെയിം സബ്ജക്റ്റുകൾ തന്നെയാണ് പഠിപ്പിക്കുക. പക്ഷെ അതിൽ ഓരോ സബ്ജക്റ്റുകളിലും എം.കോമിലോ അല്ല ബി.കോമിലോ ആയിക്കോട്ടെ ബി.ബി.എയിലോ ആയിക്കോട്ടെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ഏരിയയിലോട്ട് അധികം കൂടുതലായിരിക്കും. എം.ബി.എയിലേക്ക് വരുമ്പോഴേക്കും മാനേജ്മെന്റ് ഏരിയയിലേക്ക് അധികം കൊടുക്കും, ഫോക്കസ് എടുക്കാറുണ്ട്. ഈ പറയുന്ന പോലെ ബി.കോമിലേക്ക് വരുമ്പോഴേക്കും അധികം ഫോക്കസ് എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് ഈ പറയുന്ന ഈ രണ്ട് സ്ട്രീമുകൾ നമ്മൾ ഒരുമിച്ച് ഒരു ഓറിയന്റേഷൻ കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾ. ഓക്കെ, നമ്മൾ അധികവും മോസ്റ്റ്ലി കേട്ടിട്ടുണ്ടാവുക ഒരുപക്ഷെ ഇവിടെയുള്ള ആളുകളൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഉള്ള എന്താണ് സ്ട്രീമുകളെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ മോസ്റ്റ്ലി കേട്ടിട്ടുള്ള സ്ട്രീമുകളായിരിക്കും CA അല്ലെങ്കിൽ ACCA അങ്ങനെ തുടങ്ങിയിട്ടുള്ള റീസെന്റ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള CPA, CMA, അതിൽ തന്നെ US-ന്റെയും ഇന്ത്യയുടെയും CMA അങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഇതിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത ലെവലുകളിലായിക്കൊണ്ട് അവർ ചില സബ്ജക്റ്റുകൾ ആഡ് ചെയ്യുന്നു, ചില സബ്ജക്റ്റുകൾ റിമൂവ് ചെയ്യുന്നു, ചില സബ്ജക്റ്റുകൾ മാർക്കുകളുടെ ലെവലുകൾ തന്നെ മാറ്റുന്നു, പാസ് പെർസെന്റേജുകൾ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഫിനാൻസ് മാനേജ്മെന്റ് മേഖലകളിൽ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിപ്പെടുന്ന അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്ന കോഴ്സുകളാണ് പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറയും. ഓക്കെ, അപ്പോ ഫൈനാൻസ് മേഖലയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മാനേജ്മെന്റ് മേഖലയിലുള്ള പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോഴ്സുകളാണ് നമുക്കറിയാം. CA ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓക്കെ, അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഈ ഓഡിറ്റർ അങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ട്രീമുകൾ ഉണ്ട്. അതേപോലെ CPA ഉണ്ട്. ഓക്കെ, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അതേപോലെ ACCA ഉണ്ട്. അപ്പോ ഈ മൂന്ന് സ്ട്രീമുകളും അല്ലെങ്കിൽ CA, CPA, ACCA ഈ സിമിലർ ടു ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ സ്ട്രീമുകൾ തന്നെയാണ്. പക്ഷെ ഇതിന് കൊടുക്കുന്ന അക്രഡിറ്റേഷൻ കൊടുക്കുന്നതെല്ലാം ഡിഫറെന്റ് കോണ്ടിനെന്റിലുള്ള എന്താണ് അസോസിയേഷൻസുകളാണ്. ഇപ്പൊ CA പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ICAI എന്ന് പറയുന്ന അസോസിയേഷൻ ആണ് അതിന്റെ എന്താണ് മെമ്പർഷിപ്പ് കൊടുക്കുക. അതേസമയത്ത് CPA എന്ന് പറയുമ്പോൾ അമേരിക്കയിലുള്ള AICPA എന്ന് പറയുന്ന അസോസിയേഷൻ ആണ് അതിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുക. ACCA എന്ന് പറയുമ്പോഴേക്കും UK-യിലാണ് അതിന്റെ മെമ്പർഷിപ്പ് സ്ട്രീം വരുന്നത്. അപ്പോൾ ഡിഫറെന്റ് ഏരിയകളിലുള്ള എന്നാൽ പോലും ഇന്റർനാഷണലി നോക്കുമ്പോൾ ഗ്ലോബലി നോക്കുമ്പോൾ എന്താണ് ഈ പറയുന്ന 4 സ്ട്രീമുകൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ള എങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക കോണ്ടിനെന്റുകളിൽ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അവർക്കുണ്ട്. ഇപ്പൊ CPA എന്ന് പറയുമ്പോൾ അമേരിക്കൻ കൺട്രികൾ അല്ലെങ്കിൽ അമേരിക്കൻ കോണ്ടിനെന്റിലുള്ള കൺട്രികളിലൊക്കെ CPAക്ക് വളരെ പ്രാധാന്യമുള്ളത്. മാത്രമല്ല വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ടഫസ്റ്റ് എന്ന് പറയുന്നില്ല, വളരെ വൺ ഓഫ് ദി കോംപ്ലക്സിറ്റി കൂടുതലായിട്ടുള്ള ടഫസ്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്യാവശ്യം കോംപ്ലക്സിറ്റി ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന CPA എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ CA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത ടാക്സ് റെജീമുകളും ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം പട്ടികജാതി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈനോറിറ്റി, മെജോറിറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ തന്നെ എന്തുണ്ട് SME അല്ലെങ്കിൽ സ്മാൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ, ലാർജ് സ്കെയിൽ അങ്ങനെ പറഞ്ഞിട്ട് വ്യത്യസ്ത ലെവലുകളിലും വ്യത്യസ്ത ക്രൈറ്റീരിയയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ വ്യത്യസ്ത കമ്മ്യൂണിറ്റി ബേസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ടാക്സ് റെജീമുകൾ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അത് പല രീതിയിലും ചേഞ്ച് ആവുന്നുണ്ട്. അത് ഈ ഗവൺമെന്റ് ഓർഗനൈസേഷന് വ്യത്യസ്ത ടാക്സ് റെജീമാണ്. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ എന്താണ് നീഡിലിന്റെ ഹെയർ സ്റ്റാക്ക് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് അത്രയ്ക്ക് ഒരു വലിയ കോംപ്ലക്സിറ്റി ഉള്ള ഒരു സ്ട്രീമാണ് ഇന്ത്യയിലെ തന്നെ CA എന്ന് പറയാം. അപ്പൊ ഇന്ത്യയിലെ CA എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ടാക്സ് റെജീം സിസ്റ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു CA ലെവലിലുള്ള ഒരു സ്ട്രീം ഉണ്ട്. അതുപോലെ തന്നെയാണ് CPA എന്ന് പറഞ്ഞു. അതേപോലെ ACCA കമ്പാരിറ്റീവ്ലി ഈസിയാണെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അമേരിക്കയിൽ പറയുമ്പോൾ വ്യത്യസ്ത 50ഓളം സ്റ്റേറ്റ് ഉണ്ട്. ഈ 50ഓളം സ്റ്റേറ്റുകളിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തുണ്ട് CPA, അവിടെ CPA ആണ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്നുള്ള കോഴ്സാണ് CAക്ക് ബദലായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ
അമേരിക്ക 51 സ്റ്റേറ്റുകളും ഡിഫറെന്റ് നമ്മൾ പറഞ്ഞില്ലേ, അതെല്ലാം ഇൻഡിവിജ്വലി ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു സെനറ്ററൊക്കെ ഭരിക്കുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിന് ഓരോ സ്റ്റേറ്റുകൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം ഉണ്ട്, പ്രൊവിഷൻസുകളുണ്ട് ഇന്ത്യയെ പോലെ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് CPA പരിഗണിക്കുന്നത്. പിന്നെ ACC എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ UK സെന്റേഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണ്. ഈ കമ്പാരിറ്റീവ്ലി ഇതിൽ മൂന്നിലും ഏറ്റവും എളുപ്പമായിട്ട് പറയുന്നതാണ് ACC. അപ്പൊ ഇത് CA, CAPA, CSA, CS, കമ്പനി സെക്രട്ടറി, നമുക്കറിയാം കമ്പനിയുടെ എന്താണ് ലീഗൽ ആയിട്ടുള്ള പ്രൊവിഷൻസുകളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഈ പറയുന്ന കമ്പനി സെക്രട്ടറി എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ കമ്പനി സെക്രട്ടറി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ലോയിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലോ ആഗ്രഹിക്കുന്ന, ലോ ഇഷ്ടപ്പെടുന്ന അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതൽ എന്ത് ചെയ്യും, ഈ CS ചൂസ് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നീട് CFA, സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റുകൾ. നമ്മൾക്ക് ചിലർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനോട് ഭയങ്കര കമ്പുണ്ടായിരിക്കും. BCom തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു CA, CPA, ACC എന്ന് പറയുന്നത് ടാക്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ടാക്സിനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഇൻട്രസ്റ്റ് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ BCom-ലും MCom-ലും ടാക്സ് കഴിഞ്ഞിട്ട് പക്ഷേ ആ ടാക്സിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുത്തിന് CA ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ CFA എന്ന് വരുമ്പോഴേക്കും സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ ഫണ്ട് മാനേജർ ആയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോർട്ട്ഫോളിയോ മാനേജർ ഒക്കെ ആയിട്ട് വളരെ എക്സ്പെർട്ടുകളായിക്കൊണ്ട് ചാർട്ടുകളെ പറ്റിയിട്ടും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികളുടെ ഒക്കെ ചാർട്ടുകളെ അനലൈസ് ചെയ്തും അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ട്രീമാണ് സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയാം. ഇതിപ്പോ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല കേട്ടോ, ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിനെ പറ്റി സ്റ്റാറ്റിസ്റ്റിഷ്യൻ മേഖലയിലേക്ക് ഒരു കമ്പനിക്ക് വലിയ വലിയ MNC-കളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റാറ്റിസ്റ്റിഷ്യന്മാരെ ഹയർ ചെയ്യാറുണ്ട്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിൽ എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യാറുണ്ട്. അവരൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന എന്താണ് CFA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ആണ്. പിന്നെ മറ്റൊന്ന് CMA എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് സ്ട്രീം, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ആ ഒരു മേഖലകളിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആളുകളൊക്കെ ചൂസ് ചെയ്യുന്നതാണ്. എങ്കിൽ പോലും അതിൽ പോലും അക്കൗണ്ടിങ്, മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടന്റ് കൂടി ഇൻവോൾവ് ആവുന്നു. ഓക്കെ, പിന്നെ CMA മാനേജ്മെന്റ് സ്ട്രീം, CMA മാനേജ്മെന്റ് ഇനി അതേപോലെ തന്നെ ഇതേപോലെ മൾട്ടിപ്പിൾസ് ഓഫ് സ്ട്രീമുകളും കോഴ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നിപ്പോ അവൈലബിൾ ആണ്. ഇപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റ് അങ്ങനെ പറഞ്ഞിട്ട് സർട്ടിഫൈഡ് കോഴ്സുകൾ, അതായത് പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ CA, CFA, CMA തുടങ്ങിയതല്ലാതെ മെനി ലെവൽസിലുള്ള സർട്ടിഫൈഡ് കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. CA, CPA, ACC അല്ലെങ്കിൽ CSA, പിന്നീട് FRM, പിന്നീട് CIA അല്ലെങ്കിൽ സർട്ടിഫൈഡ് ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ CIA നമ്മൾ അമേരിക്കയിലുള്ള ഒരു കണ്ടന്റ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് സർട്ടിഫൈഡ് ഇന്റേണൽ ഓഡിറ്റർ, സർട്ടിഫൈഡ് മാനേജ്മെന്റ് അനലിസ്റ്റുകൾ ഉണ്ട്. അതേപോലെ സർട്ടിഫൈഡ് ഔട്ട്സോഴ്സിംഗ് പ്രൊഫഷണൽസുകൾ ഉണ്ട്. പിന്നെ സർട്ടിഫൈഡ് സെയിൽസ് പ്രൊഫഷണൽസുകൾ ഉണ്ട്. അപ്പൊ ഈ സർട്ടിഫൈഡ് എന്ന് പറയുന്ന ഒരു സ്ട്രീമിൽ തന്നെ ഒരു തൗസൻഡ്സ് ഓഫ് കോഴ്സുകളുണ്ട്. ഈ വെയർ ഹൗസ് മാനേജ്മെന്റിൽ തന്നെ എക്സ്പേർട്ടുകളായിട്ടുള്ള സർട്ടിഫൈഡ് കോഴ്സുകളുണ്ട്. ഓക്കെ, അതിനും ഈ പറയുന്ന ഇതെല്ലാം സർട്ടിഫൈഡ് കോഴ്സുകൾ തന്നെയാണ്. അപ്പോ ഈ സ്ട്രീമുകളെല്ലാം വളരെ പ്രൊഫഷണലി വളരെ സെന്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ, സ്ട്രീമുകളൊക്കെയാണ്. അപ്പോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റിയിട്ട് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കരിയർ ഗൈഡ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു മൾട്ടിപ്പിൾസ് ഏരിയാസ് ഓഫ് സ്റ്റഡി ഉണ്ട്. ഞാൻ ഈ സ്ലൈഡുകളൊക്കെ അങ്ങ് ഷെയർ ചെയ്ത് തരാവുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ ഓരോന്നും വ്യത്യസ്ത തരത്തിലുള്ള 3 വർഷത്തെ കോഴ്സുകളുണ്ട്, 1 വർഷത്തെ കോഴ്സുകളുണ്ട്. അതിനൊക്കെ ഇന്ത്യയിൽ തന്നെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ US-ലൊക്കെ ഓൺലൈനായിട്ട് ക്ലാസ് കൊടുക്കുന്ന ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമുക്കുള്ള അല്ലെങ്കിൽ മാനേജ്മെന്റ് ഈ മേഖലയിലുള്ള ചോയ്സുകൾ, സ്ട്രീമുകൾ എന്ന് പറയുന്നത് വളരെ വൈഡാണ്. ഓക്കെ, അത്രയും ഈ വൈഡായി കിടക്കുന്ന ഈ ഒരു സ്ട്രീമിനിടയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്കിൽ യുവർ സെൽഫ് എന്നുള്ള കണ്ടന്റ് ആണ്. നമ്മുടെ സ്കില്ലിനെ പറ്റിയിട്ട് വളരെ അപ്സ്കിൽഡ് ആയിരിക്കണം. നമ്മൾ വിചാരിക്കും ചില ആളുകൾ അവർ പഠിക്കുന്ന സ്ട്രീമിനെ പറ്റിയിട്ടുള്ള കാര്യത്തിൽ മാത്രമായിരിക്കും അവർക്ക് എന്തുണ്ടാവുക, ഈ പറയുന്ന ഒരു എക്സ്പോഷർ ഉണ്ടാവുക. മാത്രമല്ല ആ പഠിക്കുന്ന സ്ട്രീമുകളെ പറ്റിയിട്ട് നെക്സ്റ്റ് സ്ലൈഡ് 19 സ്ലൈഡ്. ഓക്കെ,
ഞങ്ങൾ പറയാൻ വന്നത്, നമ്മൾ പണ്ടത്തെ കാലത്ത് ആലോചിച്ച് കഴിഞ്ഞാല് നമ്മൾ എടുത്തിരുന്ന ഒരു സ്ട്രീം ഉണ്ടാവും. അപ്പം ബികോം പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്ന ആള് ബികോം എടുക്കുന്നു, ബികോം കഴിഞ്ഞ് എംകോം എടുക്കുന്നു, എംകോം കഴിഞ്ഞിട്ട് മാക്സിമം പോകുന്ന എന്താണ് PhD എടുക്കുന്നു, PhD കഴിഞ്ഞാൽ PDF എടുക്കുന്നു. അവരെടുക്കുന്ന സ്ട്രീമുകളൊക്കെ എന്താണ്, ഒരു സെയിം സ്ട്രീമാണ്, ഫിനാൻസ് എന്നുള്ള സ്ട്രീമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുക, നിങ്ങൾ പല ഇന്റർനാഷണൽ കമ്പനികളുടെയും CEO ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ചീഫ് ഫിനാൻസ് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളുടെ ഒക്കെ ക്വാളിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയാ, അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കോഴ്സുകൾ, സ്ട്രീമിലേക്കുള്ള ജമ്പുകളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിലുള്ള ടോപ്പ് ലെവലുള്ള ഓർഗനൈസേഷനിലൊക്കെ ഇരിക്കുന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളുടെ അവരുടെ നിങ്ങളെല്ലാം ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവരുടെ എല്ലാം പോസ്റ്റിലേക്ക് നോക്കുമ്പോഴേക്കും അവരുടെ കരിയറിലുള്ള കോഴ്സ്, അവർ ചെയ്തിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് വളരെ ഇവർക്ക് ഭ്രാന്താണോ തോന്നിപ്പോകുന്ന തരത്തിലുള്ള കോഴ്സുകളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. ഒരു MBBS എടുത്ത ഡോക്ടർ എന്ത് ചെയ്യുന്നു, MBA എടുക്കുന്നു, അതിനുശേഷം അവർ MTech എടുക്കുന്നു, അല്ലെങ്കിൽ BTech എടുക്കുന്നു, അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഏതെങ്കിലും ഫിസിക്സ് എടുത്തിട്ട് അങ്ങനെ പഠിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇവരൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കരിയർ ഷിഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ജമ്പുകൾ, ഒരു കരിയറിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു കരിയറിലേക്ക് ജമ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത്? അതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് അവർക്ക് ആ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഈ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് അങ്ങനെ ലെവലിൽ കരിയർ ജമ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് ആ ഒരു റീസൺ. നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങൾ കൂട്ടുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്ന് പോയിട്ട് ബികോം കഴിഞ്ഞതിന് ശേഷം പോയിട്ട് അടുത്ത പോയി MBBS എടുക്കണം എന്നല്ല പറയാം. നിങ്ങൾക്ക് പരമാവധി ഇന്നത്തെ നമ്മളുടെ റീസെന്റ് ടെക്നോളജിയിലേക്കും അല്ലെങ്കിൽ റീസെന്റ് ഡെവലപ്മെന്റുകളിലേക്കും അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുന്നതിനൊപ്പം ഇതിന് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുകയും വേണം. ഒപ്പം തന്നെ അത് എന്താണ് നമ്മൾ മനസ്സിലാക്കാനും അത് ചെയ്യാനും അതിനെ ഉപയോഗിക്കാനും നമുക്ക് കഴിയണം. ഓക്കെ, ഇപ്പോ ഒരു നമ്മളിപ്പോ നമ്മുടെ സ്കില്ലുകളിലേക്ക് നോക്കുമ്പോൾ ബികോം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവന് കൃത്യമായിട്ട് ഒരു ഡേറ്റ, ഫൈനാൻഷ്യൽ ഡേറ്റ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ ഡേറ്റ, ഒരു കമ്പനിയുടെ ഡേറ്റ നമ്മളെ കയ്യിലിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പഠിച്ച സ്ട്രീമിന്റെ സ്കില്ല് അത് പ്രോപ്പർ ആയിട്ട് എന്തിരിക്കണം, അതിൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ പഠിക്കുന്ന സ്ട്രീമിൽ കംപ്ലീറ്റ്ലി എക്സ്പെർട്ട് ആവാൻ ശ്രമിക്കണം. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഇപ്പോഴും പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, ലേൺ സംതിങ് ഓഫ് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഓഫ് സംതിങ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുന്ന, നമ്മൾ പഠിക്കുന്ന ഫോക്കസ് ചെയ്യുന്ന സ്ട്രീമിന്റെ എൻറ്റയർ ഇൻ ആൻഡ് ഔട്ട് പോയിന്റുകളും കണ്ടന്റുകളെ പറ്റി നമ്മൾ ഫുള്ളി അവെയർ ആയിരിക്കും. നമ്മൾ എക്സ്പെർട്ടൈസ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് ആയിട്ടുള്ള, നമുക്ക് സേഫ് സോൺ ആയിട്ടുള്ള, നമ്മൾ അതിൽ എക്സ്പെർട്ടീസ് ഉള്ള സബ്ജക്റ്റുകൾ, അതിൽ നമ്മൾ മാസ്റ്റർ ആയിരിക്കണം. അതിൽ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രീമുകളും സ്കില്ലുകളും നമ്മൾ അക്വയർ ചെയ്തിരിക്കണം. ഒപ്പം തന്നെ എന്താണ്, സംതിങ് ഓഫ് എവറിത്തിങ്, അതായത് മറ്റ് സ്ട്രീമുകളിൽ നടക്കുന്നതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ, മിനിമം ഐഡിയ ഇപ്പോഴും പോരാ, ഒരു ആവറേജ് ഐഡിയ നമുക്ക് മറ്റ് സ്ട്രീമുകൾ എന്ത് നടക്കുന്നു എന്നുള്ള ഒരു ഡെവലപ്മെന്റ്സുകളും അതിലേക്ക് ഉണ്ടാവുന്ന ഓരോ അപ്ഡേറ്റുകളും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മെഡിക്കൽ ഫീൽഡിനെ പറ്റി അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയണം, അതിലുണ്ടാവുന്ന അഡ്വാൻസ്മെന്റുകളെ പറ്റി അറിയണം. അതേപോലെ ടെക്നോളജിക്കൽ ഫീൽഡിൽ നടക്കുന്ന, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നടക്കുന്ന അഡ്വാൻസ്മെന്റുകളെ പറ്റി അറിയണം. കോഡിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അതിൽ നടക്കുന്ന അപ്ഡേറ്റുകളെ പറ്റി അറിയണം. ഇപ്പൊ നമ്മൾ ChatGPT പറ്റിയിട്ട് ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് അതിന്റെ ഒരു ഭാഗമാണ്. ഒരു ബികോം ഗ്രാജുവേറ്റിനെ പറ്റിയിട്ട് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, നോർമലി നമ്മൾ ആലോചിക്കും, എന്തിന് ഞാൻ ChatGPT പഠിക്കണം, ഓക്കെ, എന്തിന് ഞാൻ ഈ പറയുന്ന കോഡിംഗ് അറിയണം, ഓക്കെ, എന്തിന് ഞാൻ ഈ പറയുന്ന ഒരു ഫിനാൻഷ്യൽ മേഖലയിലേക്ക് ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരാൾ എന്തിന് ഈ പറയുന്ന എന്താണ് മെഡിക്കൽ ഫീൽഡിലുള്ള ടെക്നോളജികളെ പറ്റി അറിയണം. അപ്പോ അങ്ങനെ അറിയണമെന്നത് നിർബന്ധമല്ല. പക്ഷെ അങ്ങനെ അറിയുന്നവർക്കാണ് ഈ പറയുന്നത് പോലെ എന്താണ് അവരുടെ ഒരു പൊസിഷനിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്ഡേഷൻ കിട്ടാൻ സാധ്യതയുള്ളത്. പല നമ്മളുടെ ഇന്ത്യൻ CEOമാരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു അവർ വന്നിട്ട് ചില ആളുകൾക്ക് MCOM ആയിരിക്കും, പക്ഷെ അവർ നിൽക്കുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ ഹെഡ് ആയിട്ടായിരിക്കും. ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ വളരെ വലിയ ഹോസ്പിറ്റൽ, മിനിമം ഞാൻ റീസെന്റ് കണ്ടിട്ടുള്ള 1-2 പേരുണ്ട്. അപ്പോ അവരൊക്കെ പഠിച്ച സ്ട്രീമുമായി എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്നിന്റെ ഹെഡ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ CEO പൊസിഷനിലേക്ക്, CFO പൊസിഷനിലേക്കൊക്കെ ഒരാൾ എത്തണമെങ്കിൽ
അവർ ആ മെഡിക്കൽ ഫീൽഡിനെ പറ്റിയിട്ടുള്ള അതിലേക്ക് നമ്മളുടെ ഫിനാൻസിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് റിസർച്ച് നടത്തിയതുകൊണ്ടല്ലേ. ഓക്കെ, അപ്പോ ഒരുപാട് സ്കില്ലുകൾ, എത്രത്തോളം സ്കില്ലുകൾ നിങ്ങൾ അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം സ്കില്ലുകൾ നിങ്ങൾ അക്വയർ ചെയ്യുക. അത് നമ്മൾ പറഞ്ഞ പോലെ ഇത് പറയുന്ന ഒരുപാട് സ്കില്ലുകൾ, ഇപ്പൊ കൊമേഴ്സ്, ഫിനാൻസ്, മാനേജ്മെന്റ് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അക്വയർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്കില്ലുകൾ ഞാൻ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇതിന് പുറമേയുള്ള സ്കില്ലുകൾ ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ആർട്ടിക്കിൾ റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. ഇപ്പൊ ഫൈനാൻഷ്യൽ അനാലിസിസ്, അതൊരു ഒബ്വിയസ്ലി ഒരു ബികോം ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ എംകോം ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ MBA ഗ്രാജുവേറ്റിന് അറിയേണ്ട ഒരു കാര്യമാണ്. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ കമ്പനി സൗണ്ട് ഹെൽത്തി ആയിട്ടുള്ള കമ്പനിയാണോ എന്ന് പറയാൻ കഴിയും. മനസ്സിലായില്ലേ? അത് നമ്മളുടെ സബ്ജക്റ്റിന്റെ ആപ്ലിക്കേഷൻ നോളജ് ആണ്. ഓക്കെ, പിന്നെ അക്കൗണ്ടിങ്, ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് കണ്ടു കഴിഞ്ഞാൽ ആ അക്കൗണ്ട്സുകളിൽ എന്താണ് പറയുന്നത്, അത് എന്ത് ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഫൈനാൻഷ്യൽ മോഡലിംഗ്. ഓക്കെ, നമ്മൾ വ്യത്യസ്ത തരം മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസുകൾ കണ്ടിട്ടുണ്ടാവും, ഫംഗ്ഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ, സപ്ലൈ ഫംഗ്ഷൻ, നമ്മൾ ഇതെല്ലാം പ്ലസ് ടു പഠിക്കുന്ന ബികോമിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ വെറുതെ കളഞ്ഞിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇതെല്ലാം കമ്പനിയുടെ ഡിമാൻഡ് സപ്ലൈ ഡിസ്കഷനിലേക്കും അതിന്റെ ഡിസിഷനിലേക്കും വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ മാത്സ് ആവശ്യമാണ്. പിന്നെ ഡാറ്റ അനാലിസിസ്. ഇപ്പോൾ ഡാറ്റ അനാലിസിസിന്റെ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ കോഡിങ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കോഡിങ് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് വളരെ ഈസി ആയിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ പിന്നെ പറയുന്ന ന്യൂമറിക്കൽ സ്കിൽസ്, അതായത് നമ്പേഴ്സിന്റെ ഫാസ്റ്റ് ആയിട്ട് നമ്പർ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുക. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളോട് ഫിനാൻസ് മാനേജർ ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ പോസ്റ്റിലേക്ക് നമ്മളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, ഇന്ന ഡേറ്റ് എത്രയാണ്, നമ്മളെ നെക്സ്റ്റ് ഈ വർഷത്തെ സെയിൽസ് ഇത്ര % ആണെങ്കിൽ അടുത്ത വർഷത്തെ സെയിൽസ് ഇത്ര % ആവാൻ വേണ്ടിയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവർ ചെറിയ നമ്പേഴ്സ് നമ്മളെ CEO വരെ നമുക്ക് കിട്ടിയതാണ്. നമ്മളെ ആസ് എ ഫിനാൻസ് പൊസിഷനിൽ ഇരിക്കുന്ന ഫിനാൻസ് ഹെഡ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ഈ CEOമാരായിട്ടുള്ള ഓരോ നമ്പേഴ്സ് തരും. അപ്പോൾ നമ്മൾ ചോദിക്കണം നെക്സ്റ്റ് ഇയറിൽ എത്ര സെയിൽസ് വരും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നമുക്ക് എത്ര സെയിൽസ് പ്രതീക്ഷിക്കാം ഇന്ന സിറ്റുവേഷനിലൊക്കെ ഉള്ള സമയത്ത്. അപ്പൊ നമ്മൾ റിസ്ക് ഫാക്ടർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അവിടെ വെച്ച് കാൽക്കുലേറ്റർ എടുത്ത് പേനയൊക്കെ എടുത്ത് അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് തപ്പി നടക്കുകയാണെങ്കിൽ അത് നമ്മളുടെ കരിയറിന് എപ്പോഴും ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ നമ്പേഴ്സിൽ പരമാവധി എത്ര എക്സൽ ചെയ്യാൻ കഴിയുമോ നമുക്ക് കഴിവിന്റെ പരമാവധി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏത് ലെവലിൽ പോകണമെന്ന് ഞാൻ ലെവൽ സെറ്റ് ചെയ്തതല്ല, നമ്മളെ ട്രൈ എത്രത്തോളം വേണം എന്നുള്ളതാണ്. അപ്പൊ മാത്തമാറ്റിക്സ് സ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒപ്പം തന്നെ റിസ്ക് മാനേജ്മെന്റ്, അതായത് റിസ്ക് മാനേജ്മെന്റ് നമ്മൾ ഒരുപാട് ഫോർമുലാസും അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ റിയൽ ടൈമിൽ നമ്മൾക്കൊരു ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ, പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, സിറ്റുവേഷണൽ എന്താ പറയുക, ഇമോഷണൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആ റിസ്കിൽ ആ ഒരു പ്രോബ്ലത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ. പിന്നീട് ഇൻവെസ്റ്റ്മെന്റ് ഇവാലുവേഷൻസ്. നമ്മളുടെ കമ്പനിക്ക് ഒരു വ്യത്യസ്ത മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അത് റിയാലിറ്റി ആയിക്കോട്ടെ, അങ്ങനെ പല സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഈ ഇൻവെസ്റ്റ്മെന്റുകൾ അനലൈസ് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, അതിന്റെ പൊട്ടൻഷ്യൽ ത്രെറ്റുകളെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിലൊക്കെ നെറ്റ് പ്രസന്റ് വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യേണ്ട ഏരിയ ഏതാണ്? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന തിയറിയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ അത് അപ്ലൈ ചെയ്യുന്ന ഏരിയ ഇതാണ്. അപ്പൊ എന്ന് മനസ്സിലാക്കുന്നിടത്താണ്, അതായത് നമ്മൾ പഠിക്കുന്ന ഓരോ എലമെന്റുകളും, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഞാൻ പ്ലസ് 10 8 10 സൈനും കോസും അല്ലെങ്കിൽ സൈൻ തീറ്റ കോസ് തീറ്റ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടില്ല. ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ ടു അപ്ലൈ ഇറ്റ് ഈസ്. ആ ഒരു കാര്യം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്കറിയില്ല. അതാണ് വിഷയം. അല്ലാതെ അതിന് നമ്മുടെ ലൈഫിൽ ഉപകാരമില്ല എന്നുള്ളതല്ല. ഓക്കെ, അപ്പോ നമ്മൾ പഠിക്കുന്ന ബികോമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം റിയൽ ലൈഫ് സെനാരിയോസ്, ബികോം, എംകോം, MBA വാട്ടെവർ, ഈ 2 സ്ട്രീമിന്റെയും ഈ 4 സ്ട്രീമുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കണ്ടന്റുകളെല്ലാം റിയൽ ടൈം ഇംപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിയൽ ലൈഫ് സെനാരിയോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അധികവും. അപ്പോ അതിനെ നമ്മൾ കേസ് സ്റ്റഡികളൊക്കെ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് പരമാവധി ചേർക്കാൻ ശ്രമിക്കുക, നമ്മൾ ഫിനാൻസ് സെനാരിയോയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. പിന്നീട് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. പ്രോബ്ലം സോൾവിങ് സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. പിന്നെ നമ്മൾ എത്രത്തോളം നമ്മളെ ഒബ്സർവേഷൻ സ്കില്ല് വർദ്ധിക്കണം. ഓക്കെ, നമ്മളൊരു സെനാരിയോയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു മുമ്പിൽ ഒരു പ്രോബ്ലം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന്റെ നമുക്ക് എത്രത്തോളം ഈ ഇൻഫർമേഷൻസ് ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിനിടെ തന്നെ ടൈം മാനേജ്മെന്റ്, എത്തിക്കൽ കണ്ടക്ട്. നമ്മൾ
ഇപ്പോഴുള്ള കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ലാക്ക് ആയിട്ടുള്ളതും കമ്പനികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് എത്തിക്സ്. എത്തിക്കലി ഒരു കമ്പനിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ട് പോകാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്നത്തെ ആളുകൾ വളരെ സെൻസിറ്റീവ് ആണ്. എത്തിക്സ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഓരോ സ്ട്രീമുകളിലും എങ്ങനെ പെരുമാറണം, ആ ഒരു മേഖലകളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന ഒരു ബോധത്തെയാണ് എത്തിക്സ് എന്ന് പറയാം. ഈ എത്തിക്സ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്ട് ഉണ്ട്, ഇഗ്നോയിൽ ഒരു സബ്ജക്ട് ഉണ്ട്. ഓക്കെ, ആ സബ്ജക്റ്റിന്റെ ഉപയോഗം വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഇന്ന് വളരെ റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട് ആണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. ആ എത്തിക്സ് പഠിക്കുന്നതോടുകൂടി നമ്മൾക്ക് വ്യത്യസ്ത ആളുകളുടെ ബിഹേവിയർ മനസ്സിലാക്കാനും ഒപ്പം തന്നെ നമ്മളൊരു സ്ട്രീമിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും ഡിസിപ്ലിനും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഇന്ന് വളരെ ലാക്ക് കമ്പനികൾ ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് സ്കിൽഡ് ആയിരിക്കണം എന്നതിനപ്പുറം അവർ കമ്പനിയെ ചതിക്കില്ല, അല്ലെങ്കിൽ അവരുടെ സ്കില്ല് കൊണ്ട് കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ കമ്പനിയെ ചതിക്കില്ല എന്ന് കമ്പനിക്ക് ബോധ്യപ്പെടണം. അപ്പൊ നമ്മളുടെ ബിഹേവിയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പ്രൊബേഷൻ പീരീഡ് നമുക്ക് തരുന്നതും നമ്മളെ കുറെ നാൾ വാച്ച് ചെയ്തിട്ട് നമ്മളെ ബിഹേവിയർ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഇവൻ നമ്മൾ എത്ര സ്കിൽഡ് ആണെങ്കിലും ശരിയാണ്, നമ്മളെ ബിഹേവിയർ എങ്ങനെ മോശമാണ്, അല്ലെങ്കിൽ അവർ സ്ഥാപനത്തോട് കൂറില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ട്രീം സ്ഥാപനത്തിനോട് ആകെ കൂറില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ അതിനോട് സ്വന്തം കമ്പനിയാണെന്ന് എന്ന് പോലും മനസ്സിലാക്കാൻ, സ്വന്തം സ്ഥാപനമാണെന്ന് മനസ്സിലാക്കി വർക്ക് ചെയ്യാത്ത ഒരാളാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ എത്തിക്സിന്റെ അകത്ത് ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ അനാവശ്യമായിട്ട് തങ്ങളുടെ കൊളീഗ്സിനോട് മോശമായി പെരുമാറുന്ന ആളുകളാണ്. അപ്പൊ എത്തിക്സ്, പിന്നെ ഇല്ലീഗലായിട്ട് ബ്രൈബ് മേടിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവന്റെ എത്തിക്സ് അവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ അവരുടെ കരിയർ അവസാനിക്കുന്ന സിറ്റുവേഷൻ ഇന്നുണ്ട്. കാരണം കമ്പനികൾക്ക് അവരുടെ റെപ്യൂട്ടേഷൻ, കമ്പനികൾ ചെയ്യുന്ന ഓരോ മൈനർ ആയിട്ടുള്ള കാര്യങ്ങളും വാല്യൂ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കമ്പനി ഭയക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഒരുപാട് സ്റ്റാർബക്സ് പോലുള്ള ഒരുപാട് കമ്പനികളുടെ ഇഷ്യൂസ് നമുക്കറിയാം. അവർ ചെയ്യുന്ന ചെറിയ മൈന്യൂട്ട് കാര്യം പബ്ലിക് മനസ്സിലാക്കുകയും അത് പൊതു താല്പര്യങ്ങൾക്കും പബ്ലിക് പോളിസികൾക്കും എതിരാണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി ബോയ്ക്കോട്ടുകൾ സംഭവിക്കുകയാണ് കമ്പനികൾക്ക്. അത് ഒരൊറ്റ എംപ്ലോയി ഉണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് $1.5 ബില്യൺ ഒക്കെ ഒരു കമ്പനിയുടെ പോക്കറ്റിൽ നിന്ന് ഒറ്റയടിക്ക് പോകുന്നത് ഒരൊറ്റ എംപ്ലോയി ചെയ്ത ഫോട്ടോ എടുത്തിട്ടതോ അല്ലെങ്കിൽ ഒരു റോങ് കമന്റ് ചെയ്തതോ ആയിരിക്കും ഒരു എൻറ്റയർ ബോയ്ക്കോട്ട് സംഭവിക്കുക. അപ്പോ അവന്റെ ആ ഒരു എംപ്ലോയിന്റെ കാര്യം ഉറപ്പായിട്ടും പോക്കായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള സെൽഫ് ലേണിംഗ്, അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് അപ്ഡേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്ഡേറ്റ് സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യുക. പിന്നീട് ഒരു ടീം വർക്ക് മറ്റു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമ്മൾ കുറെ നല്ലപോലെ ഫ്ലുവന്റ് ആയിട്ട് ലാംഗ്വേജ് സംസാരിക്കുക എന്നുള്ളതല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെറ്റർ ആയിട്ട് നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഇമോഷനെ ക്യാച്ച് ചെയ്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അതൊരു ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വേ ആണ്. ഓക്കെ, അപ്പോൾ നല്ല ലാംഗ്വേജ് ഉണ്ടാവുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒപ്പം തന്നെ വ്യത്യസ്ത ലാംഗ്വേജുകൾ പഠിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. വ്യത്യസ്ത കൾച്ചറുകളെ മനസ്സിലാക്കിയിട്ട് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസിഷനിലേക്ക് എത്താൻ കഴിയുക, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇങ്ങനെ വൈഡ് വെറൈറ്റീസ് ഓഫ് സ്കില്ലുകൾ, ഇതിനെ നമ്മൾ സ്കില്ലുകൾ എന്ന് തന്നെ മനസ്സിലാക്കുക. കുറെ ഇതിന്റെ എല്ലാം സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് ഒരു കമ്പനികൾ ഹയർ ചെയ്യുന്നില്ല. ഓക്കെ, സർട്ടിഫിക്കറ്റ് നിങ്ങളെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഒരു പൊസിഷനിലേക്ക് KPMG എന്ന കമ്പനിയിൽ പൊസിഷനിലേക്ക് ഒരാൾ വിളിച്ചെന്ന് വിചാരിക്കാം. ആ KPM എന്ന കമ്പനിയിൽ ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് വിളിച്ചു. ക്വാളിഫിക്കേഷൻ MBA ഗ്രാജുവേഷൻ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ MCOM ഗ്രാജുവേഷൻ ആണെന്ന്, വാട്ടെവർ. ആ ഒരു ഗ്രാജുവേഷൻ പോസ്റ്റിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോസ് ഒരു 10,000 ആളുകൾ ആ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കുമ്പോൾ അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പേര് ആളുകളെ എന്ത് ചെയ്യില്ല, ഇന്റർവ്യൂ എടുക്കാൻ പോസിബിൾ അല്ല. അപ്പൊ അവർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ 60% പേരുണ്ടെങ്കിൽ മാത്രം 60% ഈ കോഴ്സിൽ 60% മാർക്ക് മേടിച്ചിട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞെന്ന് വിചാരിക്കും. അപ്പോ കുറെ പേര് അങ്ങ് ലെഫ്റ്റ് ആവും. പിന്നെ ഒരു 1000 പേര് പിന്നെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവർ പറയും 80% മാർക്കുള്ള ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്തും, ഒരു എക്സാം നടത്തും. ആ എക്സാമിന് ഇത്ര മാർക്ക് മേടിച്ചവർ മാത്രം ഉണ്ടായാൽ മതി. എപ്പോഴും കുറെ പേര് സ്ക്രീൻ ഔട്ട് ആവും അല്ലെ. പിന്നെയും നോക്കുമ്പോൾ ഒരു 50-100 പേരോ ഉണ്ടാവും. ഇവരിൽ നിന്നാണ് ഇന്റർവ്യൂ ചെയ്യുക. ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും 1-2 പേരേക്കും സെലക്ട് ചെയ്യുക. പക്ഷെ ഈ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾ പഠിച്ച കോളേജിന്റെ പേരോ സ്കൂളിന്റെ പേരോ ഒന്നും അവിടെ എന്തല്ല,
ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ആ ഇന്റർവ്യൂലെ പെർഫോമൻസ്, നിങ്ങൾക്ക് തരുന്ന ഡ്യൂട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ വെല്ലായിട്ട് മാനേജ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നിലവിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്ട്രീമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നിരാശരായിട്ട് ഉണ്ടാവരുത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഒരു സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് മേലെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനപ്പുറം അതൊരു ഉപകാരമില്ലാത്ത കാര്യമായിട്ട് മാറും. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും വലിയ പോയിന്റ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, MBA പഠിക്കുമ്പോഴും MCOM പഠിക്കുമ്പോഴും അതിനുശേഷമുള്ള വ്യത്യസ്ത സ്ട്രീമുകളിൽ നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ മനസ്സിലാക്കുകയും ആ നമ്മൾ ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം ടീച്ചിങ് ആണെന്ന് വിചാരിച്ചിട്ട് ടീച്ചിങ്ങിന്റെ പോസിബിലിറ്റി നോക്കാതെ ഒരാൾ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ നോക്കുക, നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയക്കുള്ള ഫ്യൂച്ചർ പോസിബിലിറ്റീസിനെ പറ്റി പഠിക്കുക. ഓക്കെ, അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒപ്പം തന്നെ ആ സ്ട്രീമുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള കമ്പനികൾ അല്ലെങ്കിൽ സാധ്യതകളും കോഴ്സുകളും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈ ഒരു പ്രോസസ് ഉള്ളത്. ഓക്കെ, കാരണം MBA MCOM ഈ പറയുന്ന സ്ട്രീമുകളൊക്കെ വളരെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഏരിയയിലേക്ക് ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു 2 3 ഒരു 10 20 സെഷനിൽ കഴിഞ്ഞാലും തീരാത്തൊരു പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഹൈക്കോഴ്സ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിവിജ്വൽ കരിയർ ഗോൾസിനെ സെറ്റ് ചെയ്യാൻ ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മളെ കേരളത്തിലില്ല. ഓക്കെ, കേരളത്തിൽ തന്നെ ഒരു പുതുതായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് ലെവലിൽ ഇഗ്നോയിൽ നിന്ന് വരുന്ന കോഴ്സുകൾക്ക് അപ്പുറം മറ്റു പല തരത്തിലും കൊടുക്കുന്ന നമ്മളെ കരിയറിനെ ഒരു നിശ്ചിത പോയിന്റ് വരെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എക്സ്പെർട്ടീസുകളുള്ള ഒരു ടീം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് ഒരു മിഡ് വേയിൽ സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ടാവും. ഇപ്പം റീസെന്റ് നമ്മൾ ഒരു ഗൂഗിളിന്റെ ഒരു ന്യൂസ് കണ്ടതാണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗൂഗിൾ ഈ പറയുന്ന പോലെ ബിടെക് ഹയർ ചെയ്തു അല്ലെങ്കിൽ ബിടെക് പഠിച്ച് MTech പഠിച്ച് അങ്ങനെയുള്ള ആളുകളെ നിർത്തി. അവർ റീസെന്റ് ഹയർ ചെയ്ത ആള് 11 വയസ്സുകാരനാണ്. അവൻ 11 വയസ്സുകാരനെ ഹയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോടിക്കണക്കിന് രൂപയുടെ സാലറി കൊടുത്തിട്ടാണ്. കാരണം അവൻ ചെറുപ്പം തൊട്ടേ കോഡിങ്ങിൽ അഡിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ കോഡിങ്ങിൽ ഇഷ്ടപ്പെട്ട് അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ റിസർച്ച് ചെയ്ത് സ്വയം എവിടെയും പഠിക്കാതെ അല്ലെങ്കിൽ അവരെ ഹൈസ്കൂൾ ഗ്രാജുവേഷൻ അങ്ങനെയുള്ള സാധാരണ സ്കൂൾ ലെവൽ വരെ പോയിട്ട് അങ്ങനെ എക്സ്പെർട്ടീസ് ആയ ഒരാളാണ്. ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു പയ്യന്റെ ആ ഒരു സ്കില്ലിനെ അവിടെ ഗൂഗിള് പ്രത്യേകിച്ച് യാതൊരു സർട്ടിഫിക്കറ്റ് ചോദിക്കാതെയൊക്കെ ഹയർ ചെയ്തെങ്കിൽ ഇനിയാണ് ഈ സെനാരിയോ ആണ് ഇപ്പൊ നാട്ടിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കും 45 കഴിഞ്ഞു, എന്റെ കാലം കഴിഞ്ഞു, അല്ലെങ്കിൽ 50 വയസ്സായി അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞു, നമ്മളെ ഇനി ആരും ഹയർ ചെയ്യില്ല. അങ്ങനെയല്ല. നിങ്ങളെ ഹയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ പ്രോപ്പർലി വർത്താണെന്ന് കാണിക്കുക. അത് നിങ്ങൾ ഇനി 95 വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ ശരി തന്നെ, നിങ്ങളുടെ സ്കില്ല് കമ്പനിക്ക് ഗുണകരമാണ്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങളെ കമ്പനി എന്തുകൊണ്ട് ഹയർ ചെയ്യണം എന്ന് കമ്പനിയെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കമ്പനി എന്ത് ചെയ്യും? ഹയർ ചെയ്യും. regardless of your age, regardless of your ethnicity, regardless of your career. അതാണ് എനിക്ക് ഈ പറയുന്ന കാര്യം പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും MBA പല പ്രൊമോഷന്റെ പർപ്പസിനായിട്ടായിരുന്നാലും അല്ലെങ്കിൽ മറ്റു കരിയറിന്റെ ഗ്രോത്തിന് വേണ്ടി ചൂസ് ചെയ്തെന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞത് പോയിന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഈ MBA കൊണ്ട് മാത്രം നിൽക്കാതെ മറ്റു പല കോഴ്സുകൾ, ഇപ്പൊ MBA പഠിക്കുന്ന ചില ആളുകൾ സൈക്കോളജി പഠിക്കാറുണ്ട്. അപ്പൊ ഈ സൈക്കോളജി പഠിക്കുമ്പോഴേക്കും എന്താണ്, അത് വേറൊരു സ്ട്രീമിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോ നമ്മളെ സ്കില്ലുകളെ പരമാവധി അപ്ഡേറ്റ് ചെയ്യുക. എക്സാമിന് വേണ്ടി പഠിക്കുന്നതിനപ്പുറം ഈ പറയുന്നത് പോലെ സ്കില്ലിനെ അപ്ഡേറ്റ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ടെക്നോളജി, AI ടെക്നോളജികളായിട്ടുള്ള വ്യത്യസ്ത സ്ട്രീമുകളിലേക്കുള്ള ChatGPT, പിന്നീട് ബാർഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയാ ജെമിനായി, ഇപ്പൊ ഗൂഗിളിന്റെ തന്നെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ജെമിനായി തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരം സ്ട്രീമുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമ്മളുടേതായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സ്കില്ലിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മളെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വേണ്ടി ഉപയോഗിക്കും. ഇപ്പം AI തന്നെ അല്ലെങ്കിൽ ChatGPT ഒരു സ്ട്രീം ഉണ്ടല്ലോ, എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ സംസാരിക്കാൻ വേണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഏത് ലാംഗ്വേജിലും നമ്മളാണെങ്കിലും സംസാരിക്കാൻ പറ്റും. നമ്മളെ ഏറ്റവും പ്രോബ്ലം എന്താണ്, ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ നമ്മൾ സംസാരിക്കാൻ ആളില്ല എന്നുള്ളതാണ്. നമ്മളെ ജഡ്ജ്മെന്റ് ആളുണ്ടെങ്കിൽ തന്നെ അത് ജഡ്ജ്മെന്റിലേക്ക് മാറും എന്നുള്ളതാണ്. പക്ഷെ ChatGPT-യിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, എന്താണ് നമുക്ക് മറ്റു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അവരോട് ഇന്ന ലാംഗ്വേജിൽ സംസാരിക്കാൻ പറഞ്ഞാൽ മതി. ആ രീതിയിലേക്ക് വോയിസ് ഓവേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ പോസിബിലിറ്റീസ് വൈഡ് ആണ്. പക്ഷെ നമ്മൾ അതിലേക്ക്
ഉള്ള ചാൻസുകളെ, ഓപ്പർച്യൂണിറ്റീസിനെ ഫസ്റ്റ് ക്യാച്ച് ചെയ്യുന്നിടത്താണ് നമ്മളുടെ സക്സസ് ഉള്ളത്. അപ്പൊ ഇത് മാത്രമാണ് ഇനി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇപ്പൊ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഒപ്പം ഡൗട്ടുകൾ ഉണ്ടാവും. അതായത് വ്യത്യസ്ത സ്ട്രീമുകളെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 കാര്യങ്ങൾ പറയാനുണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് സ്കില്ലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്കിൽ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകൾ നിങ്ങൾക്കൊരു ചോദിക്കാവുന്നതാണ്. എന്നാൽ കഴിയുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ അറിവിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ പരമാവധി ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് എനിക്കിപ്പോ നിലവിൽ നൽകാൻ കഴിയാത്ത ഇൻഫർമേഷൻ ആണെങ്കിൽ ഞാൻ പിന്നീട് റെഫർ ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സ് വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എനിവേ, താങ്ക് യു. എന്തായാലും നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ എന്താണ് ഈ ഒരു സ്ട്രീമിലേക്ക് എത്തിയതിൽ, അല്ലെങ്കിൽ ഈ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്തതിൽ എന്തായാലും നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഈ പറഞ്ഞതുപോലെ അവരുടെ റിയൽ ലൈഫ് പ്രോബ്ലംസിനിടയിൽ തന്നെ ആ കരിയറിന്റെയും ഫാമിലി ഇഷ്യൂസിന്റെ ഒക്കെ, അല്ലെങ്കിൽ പ്രോബ്ലത്തിന്റെ ഒക്കെ ഇടയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു തിരക്കുകൾക്കിടയിൽ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റഡി ടൈമിന് മാറ്റി വെച്ചു. അല്ലെങ്കിൽ സ്റ്റഡി ടൈം എന്നല്ല, ലേണിംഗ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റഡി എന്നുള്ള വേർഡ് പരമാവധി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ലേണിംഗ്, മനസ്സിലാക്കുക, അറിയുക എന്നുള്ളതിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പോസ്റ്റിൽ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ മാറ്റി വെച്ചത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇതിന്റെ തുടങ്ങുമ്പോൾ ഈ ഒരു സ്ട്രീമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എന്നല്ല, ഇതിലേക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു 1 വീക്ക് 2 വീക്സ് കഴിയുമ്പോഴേക്കും ഒരു മുന്നോട്ടടിപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കേൾക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടാവും, വേറെ ഇഷ്യൂസുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളെ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് ഏത് സൗകര്യമുള്ള സമയത്ത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോ ഫ്രീ ആവുന്നു അപ്പോഴൊക്കെ നമ്മൾ ഇതിലേക്ക് അപ്ഡേഷന് വേണ്ടി പോവുക. ഇതിന് വേണ്ടി സമയം മാറ്റി വയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെ മാറ്റി വയ്ക്കുക. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ പിന്നോട്ടടിക്കും തോറും നിങ്ങളെ ഇതിലേക്ക് തിരിച്ചെത്തിക്കാൻ മെന്റേഴ്സ് ഉണ്ടാവും. പക്ഷെ ആ മെന്റേഴ്സുമായിട്ട് നിങ്ങളുടെ മനസ്സായിരിക്കും എന്തുണ്ടാവുക, ഈ പറയുന്ന സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സക്സസിലേക്ക് നമ്മൾ എത്തിക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് വിരസത ഉണ്ടായിട്ടില്ലെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ ചോദിക്കാം. Again, thank you all for joining LearnWise, and thank you for listening to me for this 2.5 hour section. വലി സാറ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാട്ടോ. സാറിനെ കൊണ്ടാവുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ സാറിന് നോളജ് ഉള്ളതാണെങ്കിൽ സാർ അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾ ഇനി തുടർ പഠനത്തിനെ കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ജോലി സാധ്യതകൾ, കറന്റ്ലി ഇപ്പൊ ഉള്ള ജോലിയിൽ ഇനി എങ്ങനെയൊക്കെ നിങ്ങളുടെ കരിയർ ഡൈവേർട്ട് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സാറിനോട് നിങ്ങൾക്ക് ചോദിക്കാം. അല്ല, ഇൻ കേസ് നിങ്ങൾ ഇപ്പൊ ഡയറക്ട്ലി ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളെ ഹൈക്വസ്റ്റിന്റെ ടീമുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളെ കരിയറിനെ കൃത്യമായിട്ട് മെന്റർ ചെയ്യാനുള്ള ആളുകളുണ്ട്. ഓക്കെ, BBA കഴിഞ്ഞവർക്ക് പ്രൊക്യൂർമെന്റ് സെക്ഷനിൽ കയറാൻ കഴിയുമോ എന്നുള്ളതാണ്. പറ്റുമല്ലോ. BBA കഴിഞ്ഞവർക്ക് പ്രൊക്യൂർമെന്റ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്നുള്ള മേഖലകളിൽ പോവാം. ആ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്ട്രീം BBAക്ക് നമ്മളിപ്പോ BBA ജനറൽ ആണെന്നുള്ളത് തോന്നുന്നു അല്ലെ. BBA ഒരു സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ലാതെ അല്ല ജനറൽ ഏരിയയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ പോവാൻ ഓക്കെ, BBA ജനറൽ ആയതുകൊണ്ട് തന്നെ അത് ഇപ്പോ ലോജിസ്റ്റിക്സിന്റെ ഒക്കെ മേഖലയിൽ സ്ട്രീമിലേക്ക് പോയിട്ട് നമുക്ക് അങ്ങനെ അതിന്റെ കോഴ്സ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഡയറക്ട്ലി BBA കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഇത് ജനറൽ ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അതിലേക്ക് പോകാവുന്നതാണ്. അത് പഠനത്തിന്റെ ആവശ്യത്തിനാണോ ഫോക്കസ് ചെയ്തതാണോ എന്നുള്ളതും ജോലിക്ക് മേഖലയിലാണോ എന്നുള്ളതാണ് ഒന്ന് ഉറപ്പിക്കേണ്ടത്. കാരണം പ്രൊക്യൂർമെന്റ് മേഖലയിൽ നമുക്ക് ഹയർ സ്റ്റഡീസ് ഉണ്ട്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ എന്താ പറയാ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന മേഖലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫർദർ കോഴ്സുകളുണ്ട്. പിന്നെ MBA കോഴ്സുകളുണ്ട്. MBA ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ ഒരുപാടുണ്ട്. അപ്പോ അങ്ങനെ കോഴ്സുകളുണ്ട്. അല്ലാതെ പരമാവധി എന്ത് ചെയ്യാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള നല്ല ഏജൻസികൾ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പുറത്തേക്കുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അതിന് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സ് കൊടുക്കുന്നുണ്ട്. പ്രൊക്യൂർ മാനേജ്മെന്റ് എന്ന സെപ്പറേറ്റ് സ്ട്രീം തന്നെ ഉണ്ട്. അപ്പോ അതിൽ MBA സ്പെഷ്യലൈസേഷൻ ആണ് കേട്ടോ. BBA സ്പെഷ്യലൈസേഷൻ കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം BBAയിലേക്ക് കൂടുതൽ ഉണ്ടാവുക സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ BBA സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അവൈലബിൾ ആണ്. പക്ഷെ ഈ പറയുന്ന പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്ന കുറച്ചുകൂടി മൈന്യൂട്ട് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകണമെങ്കിൽ ഈ പറയുന്ന MBA സ്പെഷ്യലൈസേഷൻ അതിനുണ്ട്. അപ്പൊ അതിനുള്ള യൂണിവേഴ്സിറ്റികളും എന്തുണ്ട്, ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ഓപ്ഷൻ ഉണ്ട്, ഒബ്വിയസ്ലി ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ,
ഓരോ ഇന്നത്തെ സ്ട്രീമുകളിൽ എല്ലാത്തിനും എന്തുണ്ട്, വ്യത്യസ്ത സ്ട്രീമുകൾ ഉണ്ടെങ്കിൽ പോലും അത് ഓരോ മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫർദർ ആയിട്ട് പോകാനുള്ള കോഴ്സുകൾ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ്. പിന്നീട് ഇന്ത്യയിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഇൻഫർമേഷൻ ഒന്ന് കളക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഫർദർ ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. പ്രൊക്യൂർമെന്റ് കോഴ്സാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക. പിന്നീട് ഇതിന്റെ നമ്മളെ ഈ ടീമിലെ ഹെഡുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസൾട്ട് ചെയ്യുക. കാരണം അത് അവർക്ക് കുറച്ചുകൂടെ ഡയറക്റ്റ് ഇൻഫർമേഷൻസ് തരാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ അവൈലബിൾ ഉള്ള ആളായിരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇന്ത്യയിലുള്ള നല്ല നല്ല യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും ഉണ്ടാവും. ചില ആളുകൾ അബ്രോഡ് വർക്ക് ചെയ്യായിരിക്കും. അപ്പൊ അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അക്സസിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ആ യൂണിവേഴ്സിറ്റികൾ എങ്ങനെ അഡ്മിഷൻ എടുക്കണം, അതിന്റെ പ്രോസസ്സിലേക്ക് എങ്ങനെ കടക്കണം എന്നൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം അവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ട് പഠിക്കാനും ഒപ്പം തന്നെ ആ പഠിച്ചതുകൊണ്ട് ഗുണം ഉണ്ടാക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാനും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പേഴ്സണലായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ടീമിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ തരാൻ പറ്റും. എന്താണ് ഈ പറഞ്ഞതുപോലെ ഇതാണ് ഇതിന്റെ സ്ട്രീം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫർദർ ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു തരാനാണ് ഇപ്പൊ കൂടുതലായിട്ട് കഴിയുക. ഓക്കെ, എനിവേ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, നമ്മളുടെ ടീമിനായിട്ട് കൂടുതലായിട്ട് ബന്ധപ്പെടുക. എനിക്കൊന്ന് എനിക്ക് നിലവിലെ ചോദ്യങ്ങൾ മാത്രം മനസ്സിലാകുന്നത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ കോഴ്സുകളെ പറ്റിയിട്ടുള്ള ആശങ്കകളുണ്ട്. അതെനിക്ക് മനസ്സിലായി. അപ്പൊ അതാ പറയുന്നത്, നമ്മളുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മളെ കരിയറിനെ തന്നെ നമുക്ക് എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ മെന്ററിനോട് ചോദിക്കാം. ഓക്കെ, മെന്റേഴ്സ് നമ്മളെ കോഴ്സുകളുടെ മാത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനപ്പുറം ഇവരൊക്കെ നമ്മളുടെ മെന്റേഴ്സ് നമ്മൾ ജസ്റ്റ് ഒരു ഫാമിലിയെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ ഈ മെന്റേഴ്സിനും കാര്യങ്ങൾ കോഴ്സുകളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നത് എന്തിനാണെന്ന് തോന്നിപ്പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, മെന്റേഴ്സിന് തുറന്നു പറയാം. അപ്പൊ മെന്റേഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ മെന്റേഴ്സ് നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്താണ് അതിന്റെ പോസിബിലിറ്റീസ് എന്നും. അപ്പൊ അതിന്റെ അനാവശ്യമായിട്ടുള്ള വറീഡ് ആവുന്നതിന്റെ വിഷ്വൽസ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളെ പുഷ് ചെയ്യാനും ഒക്കെ ഉള്ള ഏതൊക്കെ തരത്തിൽ നിങ്ങളെ കരിയറിനെ എവിടെയൊക്കെ എത്തിക്കാൻ പറ്റുമോ ആ രീതിയിലേക്ക് ഉള്ള എല്ലാവിധ ഹെൽപ്പുകളും നമ്മളുടെ മെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ പേഴ്സണലായിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ചോയ്സുകൾ ചോദിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും, എല്ലാവരുടെ മനസ്സിലുണ്ടാവും. ഈവൻ നമ്മൾ തന്നെ ഒരു കരിയർ ഗൈഡൻസ് കാഴ്ച വെക്കുമ്പോൾ നമ്മളെ കോഴ്സിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ചിന്ത, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ കോഴ്സാണ് എനിക്ക് താല്പര്യം എന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടാവും. അപ്പൊ ഇതിങ്ങനെ ഓരോന്നിനെ എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്കുള്ള ഒരു വിരസത കൊണ്ട് പലരും ചോദിക്കാറില്ല. എനിവേ അങ്ങനെ ചോദിക്കാവുന്ന ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ മെന്റേഴ്സുമായിട്ട് കൂടുതൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫിനിഷ്ഡ്. ഇൻ കേസ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അവ്യക്തത കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആർക്കെങ്കിലും വിരസത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ക്രിമിനോളജി ആൻഡ് സൈബർ ഫോറൻസിക് അതിനെ പറ്റി എനിക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഫുള്ളായിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. അത് നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് പറയാം. ക്രിമിനോളജി ആൻഡ് സൈബർ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്താ, ഫോറൻസിക് അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ ഫോറൻസിക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉദ്ദേശിക്കുക അതാണോ? അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് സ്ട്രീമുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോറൻസിക് ഏരിയ ഉണ്ട്. അതായത് നമ്മൾ അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ കമ്പനികളെ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയില്ല, നമ്മള് EDയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒക്കെ ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സ്ട്രീമുകൾ കുറെ ഉണ്ട്. ഫോറൻസിക് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ, അങ്ങനെ അതിന്റെ ആ ഒരു സ്ട്രീമുകളിലൊക്കെ, അല്ലെങ്കിൽ അതിലേക്കൊക്കെ എക്സ്പെർട്ടൈസ് ആവുന്ന സ്ട്രീമുകളൊക്കെ ഉണ്ട്. അതല്ലാതെ ഈ ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് സൈബർ ഫോറൻസിക് അതിനെപ്പറ്റി ഒന്നും നമ്മുടെ ടീമായിട്ട് ഇതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയുന്ന ഒരാളുമായിട്ട് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഫിനാൻസുമായിട്ടുള്ള സ്ട്രീം അല്ലാന്ന് തോന്നുന്നു. എനിവേ അതൊന്ന് നോട്ട് ചെയ്തോളണം കേട്ടോ, നമ്മളെ മെന്റർ ഈ ആ ഒരു ഏരിയ അന്വേഷിക്കുന്ന ആളുകൾക്ക്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞത്, ഞാനിപ്പോ എല്ലാവർക്കും പറയാൻ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞതുപോലെ ഒരു കോഴ്സിനെ ഞാൻ ഊന്നിയെടുത്തിട്ട് ഈ കോഴ്സ് നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ ഈ കോഴ്സിൽ ഇതാണ് ഉള്ളത് എന്നതിന് പ്രാധാന്യം ഇല്ല. നിങ്ങൾ ഒരു കാരണവശാലും ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഇന്ന പോസ്റ്റിലാണ് ആവാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ CEO CFO എന്ന് ഞാൻ പറഞ്ഞില്ലേ, CEO CFO എന്നുള്ള ചിന്ത, അത് ഓക്കെ, അത് ഒരു ക്വാളിഫിക്കേഷന്റെ ബേസ് അല്ല. ഓക്കെ, അത് നമ്മളെ അച്ചീവ്മെന്റ് ബേസിലുള്ള ഒരു പോസ്റ്റാണ്. അതിലാവാൻ എന്നുള്ള പോസ്റ്റ് ഓക്കെ. പക്ഷെ അതേ സമയത്ത് ഈ 10 വർഷം കഴിഞ്ഞ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആവണം, അല്ലെങ്കിൽ ഈ 10 അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ഈ ഒരു ഞാൻ കോഴ്സ് പഠിച്ചിട്ട് എനിക്ക് എന്താവണം, ഒരു
എന്താണ് ഫിനാൻസ് മാനേജർ ആവണം, ഫിനാൻസ് ഹെഡ് അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർ ആവണമെന്ന് വിചാരിക്കുക. ആ ഒരു പോസ്റ്റ് നിങ്ങൾ 5 വർഷം കഴിയുമ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങളെ കരിയർ ഗോൾസിനെ ഒരു മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ കരിയർ ഗോൾസ് ഒരു 2 ഷോർട്ട് ടൈം ഗോൾസിലേക്ക് സെറ്റ് ചെയ്യുക. ആ ഷോർട്ട് ടൈം ഗോൾസുകൾ അച്ചീവ് ചെയ്തിട്ട് നെക്സ്റ്റ് ലോങ് ടൈം ഗോൾസിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അതിൽ ഈ പ്രൊമോഷനുകളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ പോസ്റ്റിന്റെ അപ്ഡേഷനൊക്കെ ആയിട്ട് ഫോക്കസ് ചെയ്യുക. ആ അപ്ഡേഷന് വേണ്ടിയിട്ട്, ആ പോസ്റ്റിന്റെ അപ്ഡേഷന് വേണ്ടി എന്ത് കോഴ്സ് ചെയ്യണം, എന്ത് ക്വാളിഫിക്കേഷൻ, എന്ത് ഇൻഫർമേഷൻ നമുക്ക് അറിയണം എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് സ്കിൽ അപ്ഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്കിൽ അപ്ഡേഷനിൽ ഇനി അങ്ങോട്ടുള്ള ഒരു ഗ്രോത്ത് ഉള്ളൂ, അത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഏത് ഏജിലുള്ളവർക്കും പോസിബിലിറ്റി ഉണ്ട്. അവർക്ക് ഈ അവരുടെ സ്കില്ലുകളെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം ഉണ്ട് എങ്കിൽ. ഓക്കെ, അതാണ് ഞാൻ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ, താങ്ക് യു ഫോർ ബെയറിംഗ് വിത്ത് മീ. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലൂടെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, നമ്മൾ പ്രസന്റിനെ കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങൾക്ക് മുന്നിലുള്ള ഫ്യൂച്ചർ സാധ്യതകൾ അല്ലെങ്കിൽ പോസിബിലിറ്റീസ് നമ്മൾ ഇന്ന് അറിഞ്ഞു. അതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉള്ളവര് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ മെന്റേഴ്സ് വഴി നിങ്ങൾ കണക്ട് ചെയ്യുക. സാറുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ടാവുന്ന സബ്ജക്ട്സുകളാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ ചെയ്തു തരാം, സാറ് പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ എനിക്കൊരു സെഷൻ ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അനന്തമായിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ മുമ്പിലുള്ള ജോലി സാധ്യതകൾ അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല വലിയ സാറിന്റെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന്, ഞങ്ങൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും, ഞങ്ങൾ ലേണേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയൊരു താങ്ക് യു, ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സെഷൻ ആയിരുന്നു. അപ്പോ ഇനി വരുന്ന അടുത്തൊരു ഓറിയന്റേഷൻ സെഷനിലായാലും സാറിൻ്റെതായിട്ടുള്ള ക്ലാസ്സസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും സാറിനെ വീണ്ടും കാണാമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇനി അതുപോലെ തന്നെ എനിക്ക് താങ്ക് യു പറയാനുള്ളത്, ഇത്രയും വലിയൊരു സെഷൻ ആയിരുന്നാലും എല്ലാവരും വളരെ വ്യക്തതയോട് കൂടിയിട്ട് കേൾക്കാനായിട്ട് ഇരുന്നു, ശ്രദ്ധാപൂർവം കേട്ടു. ഒരു ഡിസ്റ്റർബൻസസും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എല്ലാവരോടും താങ്ക് യു പറയാണ്. നിങ്ങളുടെ ഇനിയുള്ള ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെന്റേഴ്സ് ത്രൂ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓറിയന്റേഷൻ സെഷൻ 6ഉം നമ്മൾ നല്ലപോലെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള സെഷൻസിലും നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് സാർ ത്രൂ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറും ഒരു ഫോക്കസ്ഡ് ആയിട്ട് പോവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശംസയും കൂടി ഞങ്ങൾ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾ സാറ് പറഞ്ഞതുപോലെ തന്നെ പ്ലാൻഡായി ഒരു ലോങ് ടേം പ്ലാനിങ് ഇന്ന് മുതലേ നടത്താനായിട്ട് നിങ്ങൾ ശ്രമങ്ങൾ തുടരുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ ദ ലേണേഴ്സ്.